നിങ്ങൾക്കെല്ലാവർക്കും പുനരുത്ഥാന ഞായറാഴ്ചയുടെ ആശംസകൾ. ഹാപ്പി ഈസ്റ്റർ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന്? നമ്മുടെ യുദ്ധത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എത്ര പേർ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഉണ്ടായിരുന്നു? അവർക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലെ ടൈറ്റിൽ ഇതായിരുന്നു, നമ്മുടെ യുദ്ധം ചെയ്യാതെ പോരാടുക. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു. എവിടെ നമ്മൾ നിർത്തിയോ അവിടെ നമുക്ക് തുടങ്ങാം. എത്ര പേർ ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നുവോ? ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആദ്യം ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം നിങ്ങൾ കാണണം. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ പൂർത്തീകരിച്ചു. സഭ ജീവിക്കുന്നു, അത് ഉണരുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എവിടെ നിർത്തിയോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, എത്ര പേർ ഒരു പാദപീഠം നിങ്ങൾക്ക് വേണ്ടി വാങ്ങി? ഫുഡ് സ്റ്റൂൾ എന്ന് പറയുന്നത്. ഈ നോക്കൂ, ഇവിടെ ചില നമ്മുടെ പുത്രന്മാരുണ്ട്, വിശ്വസ്തരായ പുത്രന്മാർ, അങ്ങനെ ചെയ്തവർ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു കസേര മേടിക്കണം. നിങ്ങൾക്ക് വേണ്ടി ആ കസേരയോട് കൂടെ ഒരു പാദപീഠവും കാൽ വെക്കാൻ വേണ്ടി വേണം. നിങ്ങൾ എപ്പോഴൊക്കെ ഭാരപ്പെടുന്നുവോ അപ്പോൾ പോയി ആ കസേരയിൽ ഇരിക്കണം. നിങ്ങൾ നിങ്ങളുടെ കാലുകളെ ആ പാദപീഠത്തിൻ്റെ മുകളിൽ വയ്ക്കണം. ശാരീരികമായി നിങ്ങൾക്ക് ഒരു വ്യത്യാസം ചിലപ്പോൾ കാണുകയില്ല, പക്ഷേ ഇത് നിങ്ങളുടെ ആത്മീയ തിരിച്ചറിവാണ്. നിങ്ങൾ എന്തിനു വേണ്ടി ഭാരപ്പെടുന്നോ അത് നിങ്ങളുടെ കാലിന് കീഴെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എൻ്റെ ചില മെസ്സേജുകൾ കേൾക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ മെസ്സേജുകളിലൂടെ ആത്മീയ വളർച്ച പ്രാപിക്കുന്നു. എനിക്കെങ്ങനെ തോന്നി, അധികമായി സത്യമുണ്ട്, എനിക്ക് അധികം ആഴത്തിൽ ഇറങ്ങേണ്ടത്. വിശ്രമത്തിൻ്റെ സ്ഥലം ആളുകൾക്ക് തോന്നാറുണ്ട് ഇവിടെ വിശ്രമിക്കുക മാത്രം ചെയ്യുക, ഒന്നും ചെയ്യേണ്ടതെന്ന്. സത്യത്തിൽ വിശ്രമം ഒരു സ്ഥലമാണ്, അവിടെ ഉണരുകയാണ്. ഞാൻ ഉദാഹരണം തന്നതുപോലെ, നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ മാനേജറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് മാനേജർ ഉണ്ടാവും, ഒരു വൈസ് പ്രസിഡൻ്റ് ഉണ്ടാവും, പിന്നെ പ്രസിഡൻ്റ് ഉണ്ടാവും. എത്ര ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അത്രയും എന്താണ് അവിടെ സംഭവിക്കുന്നത്? എത്ര ഉയർന്ന പദവിയാണോ അത് അവരുടെ ശബ്ദത്തിന് അധികാരമുണ്ടാവും, ബലമുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ മാനേജറുടെ അടുത്തേക്ക് പോയി, അവർ കേട്ടില്ല എങ്കിൽ ഹെഡ് മാനേജറുടെ അടുത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ പോകും. എന്തുകൊണ്ടെന്നാൽ അവരുടെ സ്ഥാനം വലുതാണ്. അവിടെയും നടന്നില്ല എങ്കിൽ വൈസ് പ്രസിഡൻ്റ് അടുത്തോ അല്ലെങ്കിൽ പ്രസിഡൻ്റ് അടുത്ത് വരെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അവസാനമായ പ്രസിഡൻ്റ് എന്ത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നോ അതായിരിക്കും അവസാന വാക്ക്. അവരുടെ വാക്കിനായിരിക്കും അവസാന തിരഞ്ഞെടുപ്പുള്ളത്. ഹൈക്കോർട്ടിലും നിങ്ങളുടെ എന്തെങ്കിലും കാര്യം നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സുപ്രീം കോർട്ടിലേക്ക് പോകും. അവിടുന്ന് ആ പക്ഷം നിങ്ങളോട് കൂടെയാണ് എങ്കിൽ നിങ്ങളുടെ ശത്രുവിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അതാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിന്ന് വന്ന തിരഞ്ഞെടുപ്പ്. ഇതേ വെളിപ്പാട് നിങ്ങൾ അറിയുകയാണ്, നിങ്ങൾ തലയാണ് എന്ന്. എഫേസ്യരിൽ നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തു സഭയുടെ തലയാണ്. പിതാവ് എന്താണ് ചെയ്തത്? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് അവൻ യേശുവിനെ അവൻ്റെ വലത്ത് ഭാഗത്തിരുത്തി. ആ എല്ലാ അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും മുകളിൽ, ആ അധികാരങ്ങളുടെ മുകളിൽ, എല്ലാ ശത്രുവിൻ്റെ ആയുധങ്ങളുടെ മുകളിൽ സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിനെ ഇരുത്തി. അവിടെ ഇങ്ങനെ എഴുതിയിട്ടില്ല അവൻ ക്രിസ്തുവിനെ അവിടെ യുദ്ധം ചെയ്യാൻ പറഞ്ഞുവെന്ന്, പക്ഷേ അവൻ ക്രിസ്തുവിനെ അവൻ്റെ വലത് ഭാഗത്തിരുത്തി. എന്തിനാണ് ഇരുത്തിയത്? എന്തുകൊണ്ടെന്നാൽ ആ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ പൂർത്തീകരിക്കപ്പെട്ട ശബ്ദത്തെക്കുറിച്ച് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു, ഇതിൻ്റെ മൂലപദം TELEO, ടെലിയോ. ഈ വാക്ക് യേശു ക്രിസ്തു ക്രൂശിൽ പറഞ്ഞു, പൂർത്തിയായി. യേശു ക്രിസ്തു ഈ കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു പൂർത്തീകരിക്കപ്പെട്ടത്? നിങ്ങൾക്കറിയാമോ? ആ വേർഡ് ടെലിയോ, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആ കാര്യത്തെ അവസാന രൂപത്തിലേക്ക് കൊണ്ടുവരിക. അതെന്താണെങ്കിലും അതിനെ അവസാന രൂപത്തിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ അർത്ഥം, ഈ വാക്കിൻ്റെ ടെലിയോ എന്നുള്ള മൂലപദത്തിൻ്റെ അർത്ഥം പൂർത്തിയായി, ആ പരിപൂർണതയിലേക്ക്. അതിന് വേറൊരർത്ഥമുണ്ട്, ആ പ്രവൃത്തി എനിക്ക് വേണ്ടി അയച്ചത് അത് ഞാൻ പൂർത്തീകരിച്ചു, ആ മുഴുവൻ വിലയും ഞാൻ കൊടുത്തിരിക്കുന്നു, അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, അത് പരിപൂർണമായിരിക്കുന്നു. നമ്മൾ ടെലിയോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതുപോലെ അതിൻ്റെ അർത്ഥം പൂർത്തീകരിക്കപ്പെട്ടു, ഞാൻ പരിപൂർണമാക്കി, ഞാൻ നിറവേറ്റി, ഞാൻ എല്ലാം പൂർത്തീകരിച്ചു, ഞാൻ സ്വീകരിച്ചു, ഞാൻ അതിൻ്റെ എല്ലാ വിലയും കൊടുത്തു. ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം.
യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഇതെല്ലാം പൂർത്തീകരിച്ചു. എഴുതിയിരിക്കുകയാണ് എങ്ങനെ സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് അവൻ്റെ വലത് ഭാഗത്തിരുത്തി. എഴുതിയിരിക്കുകയാണ് എല്ലാറ്റിൻ്റെയും മുകളിൽ എല്ലാറ്റിനെയും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു എന്ന്. എഫേസ്യർ 2 നമുക്ക് വായിക്കാൻ സാധിക്കും, ക്രിസ്തു നമുക്ക് സ്ഥലത്ത് ആ മരണത്തെ ഏറ്റെടുത്തു. എഴുതിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു, അവൻ നമ്മളെയും ഉയർപ്പിച്ചു. എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് നമ്മളെ ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരുടെ കാലിൻ്റെ കീഴെയാണ് ഇതെല്ലാം? എൻ്റെയും നിങ്ങളുടെയും കാലിൻ്റെ കീഴെ ഇതെല്ലാമാണ്. അതുകൊണ്ട് എത്രയധികം നിങ്ങൾ ഈ ആത്മീയ തിരിച്ചറിവിൽ ഉണരുന്നുവോ, ആ പ്രാർത്ഥനയും അത് അധികമായി ആത്മീയ ബന്ധത്തെ കാണിക്കും നിങ്ങളുടെ ഇടയിലുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്തോ യുദ്ധം ചെയ്യാൻ പോകുന്നത് പോലെയാണ് പോകുന്നത് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ എന്തുകൊണ്ടെന്നാൽ അറിയുമ്പോൾ ഈ ലോകം ഇതെല്ലാം ഉണ്ടാക്കിയവൻ ഇപ്പോൾ നിങ്ങൾ അവൻ്റെ പ്രിയ പുത്രന്മാരായിരിക്കുകയാണെന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, സത്യത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയവൻ, ഈ മലകൾ, ഈ ചന്ദ്രൻ, സൂര്യൻ, ഇതെല്ലാം ഉണ്ടാക്കിയവൻ നമ്മൾ അറിയുന്നു അവൻ എൻ്റെയും നിങ്ങളുടെയും സ്വർഗീയ പിതാവാണ്. എത്ര വലിയ ശക്തി എൻ്റെയും നിങ്ങളുടെ അടുത്തുണ്ട്, എത്ര ഉയർന്ന സ്ഥാനമാണ്, എത്ര ശക്തമായിരിക്കുന്നവരാണ് നമ്മൾ. എഴുതിയിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ എല്ലാം നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ആ ശക്തിയാൽ നിങ്ങളുടെ അകത്ത് വെച്ചിരിക്കുന്നതിനാൽ. ആ ശക്തി നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. എനിക്കറിയാം, ഈ സത്യം പരിശുദ്ധാത്മാവിനാലാണ് എനിക്ക് ലഭിച്ചത്. ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവിൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ്, അവൻ എൻ്റെയും നിങ്ങളുടെയും പിതാവാണ് എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് അതിന് അനുവാദം കൊടുക്കുന്നത്? അവന് നമ്മുടെ പിതാവാകാൻ നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോകുക. ഞാൻ ഏതെങ്കിലും മനുഷ്യൻ്റെ അടുത്തേക്ക് പോയാൽ ഞാൻ ആ മനുഷ്യനെയാണ് എൻ്റെ പിതാവാക്കുന്നത്. നിങ്ങൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകുക. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ഏറ്റവും വലിയ അഭിമാനം അവൻ എൻ്റെയും നിങ്ങളുടെയും പിതാവാണ് എന്നുള്ളതാണ്. ആ അധികാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിന് ഏറ്റവും ആദ്യത്തെ സ്ഥാനം കൊടുക്കുമ്പോഴാണ്, ഒരു മനുഷ്യനല്ല. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് പഠിക്കാം. ഞാൻ നിങ്ങളുടെ ഇടയിൽ ചില ഉദാഹരണങ്ങൾ ഞാൻ തരും. നമുക്ക് കാണാം എങ്ങനെയാണ് നമ്മൾ കസേരയിൽ ഇരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ഉദാഹരണത്തോടെ നമുക്ക് പഠിക്കാം. ഒരു പാദപീഠമുണ്ട്, ഒരു ഫുഡ് സ്റ്റൂളുണ്ട്. ഞാൻ എന്നോട് കൂടെ കൊണ്ടുവന്നത് ഇന്നിവിടെ നമുക്ക് ബോർഡ് ഇവിടെ വയ്ക്കാം. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒരു വചനം നമുക്ക് വായിക്കാം. നമുക്കൊരു വചനം വായിക്കും. യേശു തോണിയിലായിരുന്നപ്പോൾ കൊടുങ്കാറ്റിന് നടുവിൽ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ മെസ്സേജ് കേട്ടാൽ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടും, അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചുമുള്ളത്. ഒരുപാട് പ്രാവശ്യം നമുക്ക് തോന്നാറുണ്ട് യേശു ക്രിസ്തു എല്ലാ കാര്യങ്ങളുടെയും മുകളിൽ അധികാരമുണ്ടായിരുന്നു. നമുക്ക് തോന്നും നമുക്കും യേശു ക്രിസ്തു എല്ലാറ്റിൻ്റെയും മുകളിൽ അധികാരമുണ്ടായിരുന്നവൻ. നമുക്കും തോന്നും നമ്മളും ആ കാര്യങ്ങൾ പ്രഖ്യാപിക്കണം, ആ അധികാരത്തിൽ നമ്മൾ വരണമെന്ന്. നമുക്ക് ഈ വചനം വീണ്ടും നോക്കാം. യേശു ക്രിസ്തു കൊടുങ്കാറ്റിന് നടുവിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? അവൻ ഉറങ്ങുകയായിരുന്നു. അവൻ കൊടുങ്കാറ്റ് അവന് വേണ്ടിയാണോ അടക്കിയത്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയാണ് അവൻ ആ ആജ്ഞ കൊടുത്തത്? അവൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. ആ അധികാരത്തെക്കുറിച്ച് വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾക്ക് അധികാരം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്ന്. എത്രയധികം അധികാരം യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ടോ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആ ശരിയായ രീതി ഈ പ്രശ്നത്തിലേക്ക് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരണം. ഞാനും നിങ്ങളും അറിയുന്നു നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമ്മൾ പഠിക്കുകയാണ് വിശ്രമത്തിൽ നിലനിൽക്കാൻ. ആ സ്ഥലത്തിൽ നിലനിൽക്കുന്നതിലൂടെ എല്ലാം നമ്മുടെ കാലിൻ്റെ കീഴിലായി തീരുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ ഇതെൻ്റെ വിശ്വാസമാണ്. നിങ്ങൾ സമാധാനത്തിലായിരിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങളുടെ മുകളിൽ വാഴുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിച്ച് അവൻ ക്രൂശിൽ പോകുന്നതിന് മുമ്പ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, പിന്നെ ആരെയും ഞാൻ ശരീരത്തിനനുസരിച്ച് അറിയുന്നില്ല, യേശു ക്രിസ്തുവിനെയും അറിയുന്നില്ല. ഇവിടെ ശിഷ്യന്മാർ പറയുകയാണ് യേശുക്രിസ്തു അവരോട് കൂടെ സഞ്ചരിച്ചപ്പോൾ ക്രൂശിൽ പോകുന്നതിന് മുമ്പ് അവർ ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുറപ്പെട്ടു പോകും. പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസ് പോയിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും. പൗലോസ് നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും. പൗലോസ് മെലീത്ത ദ്വീപിലായിരുന്നപ്പോൾ ഒരു പാമ്പ്
പൗലോസിനെ കടിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ അത് കാണുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ പൗലോസ് അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. അവർ പേടിക്കുകയാണ്. പിന്നെ അവർ നോക്കുകയാണ്, ആ പാമ്പ് കടിച്ചപ്പോൾ പൗലോസ് അവൻ്റെ കൈ കുടഞ്ഞു കളയുക മാത്രം ചെയ്തിട്ട് ആ പ്രസംഗം തുടരുകയാണ്. പിന്നെ അവർ ചിന്തിക്കാൻ തുടങ്ങിയാണ്, ഇവൻ എന്തുകൊണ്ട് ഇതുവരെ മരിച്ചില്ല. അവർ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ ഇവൻ ദൈവമാണ്. അവർ ചിന്തിക്കുകയാണ് അവനെ ആരാധിക്കാൻ. അപ്പോൾ പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചിട്ട് പറയുകയാണ്, നിൽക്കൂ. പൗലോസ് എന്താണ് അവിടെ ചെയ്തത്? അവൻ്റെ കൈ കുടഞ്ഞു കളയുക മാത്രം ചെയ്തു. എന്തുകൊണ്ട്? നോക്കൂ, പത്രോസിൻ്റെ അടുത്ത് വെളിപ്പാടുണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച്. പക്ഷേ യേശു പൗലോസിനെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്കറിയാമോ, ആ പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യം പൗലോസ് അല്ലാതെ മറ്റുള്ള ശിഷ്യന്മാർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? യോഹന്നാനും യാക്കോബ് പത്രോസിനുമൊന്നും മറ്റുള്ള ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ ശരീരത്തിൽ യേശുക്രിസ്തുവിനോടുകൂടി സഞ്ചരിച്ചവർ. എന്തുകൊണ്ട് അവൻ പൗലോസിനെ തിരഞ്ഞെടുത്തു? അവനുമായി ഒരിക്കലും ശരീരത്തിൽ സമയം ചിലവഴിക്കാഞ്ഞ ഒരാൾ. പൗലോസ് അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. യേശുക്രിസ്തുവിനോട് കൂടെയല്ല, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ആളുകൾക്ക് എതിരായിരുന്നു. അവൻ കല്ലെറിയുമായിരുന്നു അവരെ. പക്ഷേ ഒരു ദിവസം അവൻ ദമസ്കോസിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തു വെളിപ്പെട്ടു. അവൻ്റെ ആ വഴിയിൽ ഒരു വലിയ വെളിച്ചം കണ്ടു അവൻ്റെ മുമ്പിൽ. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. ഒരു ശബ്ദം അവൻ കേൾക്കുവാനിടയായി, ഇതല്ല, നീ എൻ്റെ ആളുകളെയും എൻ്റെ ശിഷ്യന്മാരെയും എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. പക്ഷേ യേശു പറഞ്ഞത്, പൗലോസ്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാം ആത്മാവിലൊന്നാണ്. അതുകൊണ്ട് പൗലോസിനെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നാൽ എല്ലാ ശിഷ്യന്മാരും യേശുക്രിസ്തുവിനെ ശരീരത്തിൽ അറിഞ്ഞിരുന്നു. പക്ഷേ പൗലോസിന് പിന്നെ ഈ വെളിപ്പാട് ലഭിക്കുകയാണ്, യേശുക്രിസ്തു എന്നിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ആഴമുള്ള സത്യം ഏതാണ്? യേശുക്രിസ്തു എന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസിനെ പാമ്പ് കടിക്കുമ്പോൾ അവൻ കൈ കുടഞ്ഞു കളയുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ അറിയുന്നു, പുനരുത്ഥാന ജീവൻ എൻ്റെ അകത്തുണ്ട്. എനിക്ക് എൻ്റെ ശരീരത്തിന് വേണ്ടി ഏറ്റുപറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ ആരെയും ശരിയെന്നും തെറ്റെന്നുമല്ല പറയുന്നത്, പക്ഷെ ഒരു സ്ഥാനം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിങ്ങൾ വിശ്രമത്തിൽ നിലനിൽക്കുന്നതിലൂടെ, ഈ തിരിച്ചറിവിൽ നിങ്ങൾ ആരാണെന്നുള്ളതിൽ, അതിലൂടെ എല്ലാത്തിനെയും മുകളിൽ നിങ്ങൾക്ക് വാഴുവാൻ സാധിക്കും. വരൂ, നമുക്ക് വചനത്തിൽ നിന്നും ഇത് നോക്കാം. ഈ വചനം PDF ഫയലിലില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിൽ ഈ വചനം വായിക്കാം. നമുക്ക് വായിക്കാം ലൂക്കോസ് 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഇവിടെ നമുക്ക് വായിക്കാം. 17-ാം വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക്, എഴുതിയിരിക്കുകയാണ്, ഒന്നും നിങ്ങൾക്ക്, എങ്ങനെയാണ്? ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. നമുക്ക് മുന്നോട്ടൊരു വചനം കൂടെ വായിക്കാം. മർക്കോസ് അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. നമുക്കിവിടെ ഉദാഹരണത്തോടെ നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് ഈ ബോർഡിൽ നോക്കാം. ചില ചിത്രങ്ങൾ ഞാനിവിടെ വരയ്ക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 2 മേഖലയുണ്ട്. എനിക്കും നിങ്ങൾക്കും എന്താണ് ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? അത് കുരിശാണ്. ആദം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേഖലയിൽ അവൻ വീണു പോകുവാനിടയായി. പക്ഷെ യേശു ക്രിസ്തുവിൽ നമ്മൾ മറ്റു മേഖലയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ജീവൻ്റെ മേഖലയാണത്. നമുക്ക് ഈ മേഖലയിൽ എങ്ങനെയാണ് നമ്മൾ പ്രവേശിച്ചത്? യേശു ക്രിസ്തുവിലൂടെ. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവാണ് വഴി. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവർ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേഖലയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ദോഷികളാവുകയാണ്. ഈ ലോകത്തിൽ ആയിരിക്കുന്നത് കുറ്റബോധത്തിൻ്റെ ആത്മാവാണ്. പക്ഷെ ജീവൻ്റെ മേഖലയിൽ അവിടെ നീതിയുടെ മാർഗമാണ്. ഇത് വളരെ ലളിതമാണ് ഇത് മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും നിങ്ങൾ ഒരു മേഖലയിൽ അകപ്പെട്ടിരിക്കും. ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു വഴിയുണ്ട്. ആ വഴി യേശു ക്രിസ്തുവാണ്. നിങ്ങൾക്കറിയാം, ആരെങ്കിലും അവിശ്വാസികൾ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ, നിങ്ങൾ അവരോട് വിശ്രമിക്കാൻ പറഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവില്ല. പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി അധികാരത്തോടെ പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും.
അല്ലെങ്കിൽ ഞാൻ അവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും, അവർ വിശ്വസിക്കും, അവരെ ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് അവർ പ്രവേശിക്കുവാൻ ഇടയാകും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്രമത്തിൽ നിലനിൽക്കുന്നു, മറ്റൊരു മേഖലയിൽ അവിടെ പാപവും മരണവും ഉള്ളത്, ആ മേഖലയിലുള്ള ആളുകൾ, അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിക്കുന്നു. വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ വിശ്വസിക്കുന്നവർ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമുക്ക് നോക്കാൻ സാധിക്കും. ഏത് മേഖലയിൽ നിന്നാണ് അവൻ പ്രവർത്തിച്ചത്? ആ വിശ്രമത്തിൻ്റെ മേഖലയിൽ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചയിൽ നമ്മൾ പഠിച്ചതുപോലെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു. തന്നെത്താൻ വിടുവിക്കാൻ വേണ്ടിയല്ല അവൻ വന്നത്, അവൻ എന്നെയും നിങ്ങളെയും വിടുവിക്കാനാണ് വന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളായിരുന്നു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേഖലയിൽ അകപ്പെട്ടിരുന്നത്. മരണമായിരുന്നു നമ്മുടെ മുകളിൽ വാണുകൊണ്ടിരുന്നത്. ആ മരണത്തിൻ്റെ താക്കോൽ സാത്താൻ്റെ കയ്യിലായിരുന്നു. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ആ ശത്രുവിനെ നശിപ്പിച്ച് നമ്മുടെ മുകളിൽ വാണുകൊണ്ടിരുന്നവനെ എഴുതിയിരിക്കുകയാണ്, നമ്മളെ അവൻ അന്ധകാരത്തിൻ്റെ മേഖലയിൽ നിന്ന് വിടുവിച്ച് അവൻ്റെ പ്രിയ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. നമ്മളെ ആളുകളെ അന്ധകാരത്തിൻ്റെ മേഖലയിൽ നിന്ന് വിടുവിച്ച് ജീവൻ്റെ രാജ്യത്ത് പ്രവേശിച്ചു. നിങ്ങളുടെ എത്രയധികം സുഹൃത്തുക്കളുണ്ടോ യേശുവിനെ അറിയാത്ത ഈ മേഖലയിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ അധികാരം നിങ്ങൾ ഉപയോഗിക്കുക. പ്രശ്നങ്ങൾ പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനും നിങ്ങളും വിശ്രമത്തിൽ നിലനിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ തോണിയിൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കാലിൻ്റെ കീഴാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? അതുകൊണ്ട് പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പാമ്പവനെ കടിച്ചപ്പോൾ കായ് കുടഞ്ഞു കളയുക മാത്രം ചെയ്തു. എന്തുകൊണ്ടെന്നാൽ പുനരുത്ഥാന ജീവൻ എൻ്റെയും നിങ്ങളുടെയും സ്വഭാവമാണ്. എനിക്കും നിങ്ങൾക്കും പഠിക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളുടെ പുറകെ ഓടാതെ ആ ചിന്തകളെയും പ്രശ്നങ്ങളുടെയും ഇടയിൽ നമ്മൾ വിശ്രമിക്കാൻ പഠിക്കുക. എന്താണ് ഈ പ്രശ്നങ്ങളുടെ പുറകെ ഓടുക എന്നുള്ളതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. മുന്നോട്ട് വചനത്തിൽ നമുക്ക് വായിക്കാം. ഇവിടെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുവെന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും പൗലോസിനോട് കൂടെ സംഭവിച്ചതുപോലെ അവർക്ക് ഹാനി വരികയില്ല. എന്തുകൊണ്ട് അവർക്ക് ഹാനി വരികയില്ല? എന്തുകൊണ്ടെന്നാൽ പുനരുത്ഥാന ജീവനാണ് എൻ്റെയും നിങ്ങളുടെ അടുത്തുള്ളത്. പുനരുത്ഥാന ജീവൻ എൻ്റെയും നിങ്ങളുടെയും സ്വഭാവമാണ്. ഇതൊരു നിയമമാണ്, ഒരു നിയമമാണ് ഈ മേഖലയിലെ. അതുകൊണ്ടാണ് പൗലോസ് അവിടെ ഉറപ്പോടെ ആയിരുന്നത്. എന്തുകൊണ്ടെന്നാൽ അവനെ അറിയാമോ, പുനരുത്ഥാന ജീവൻ സ്വയം അവൻ്റെ ഉള്ളിൽ വസിക്കുന്നു. യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. മുന്നോട്ട് എന്നിട്ട് എഴുതിയിരിക്കുകയാണ് വചനത്തിൽ, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക്, എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മുകളിൽ കൈവയ്ക്കാറില്ല, അത് പ്രവർത്തിക്കും, എനിക്കങ്ങനെ ചെയ്യാൻ സാധിക്കും, ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ വിഷയത്തിന് വേണ്ടി ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് സമാധാനത്തിൽ നിലനിൽക്കുന്നു. ഇന്ന് രാവിലത്തെയും സാക്ഷ്യം ഇതാണ്. ഞാൻ വന്നു, രാവിലെ വരാനിരുന്നപ്പോൾ എനിക്ക് തലവേദന എടുത്തു. ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു മരുന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ്, ഡ്രൈവർ താമസിച്ചാണ് വന്ന്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വരിക, പതിയെ വരുന്നാളാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തി, പുനരുത്ഥാന ജീവൻ അത് നിങ്ങളുടെ അകത്തുണ്ട്. അതാണ് ആ നിയമം ഞാൻ വെച്ചത് ജീവൻ്റെ മേഖലയിൽ. അത് നിങ്ങളുടെ ശരീരത്തിന് ജീവൻ നൽകുന്നു. ഞാൻ എൻ്റെ മമ്മിയെ ഉത്സാഹിപ്പിച്ചു. ആ ജീവൻ എൻ്റെ അകത്തുള്ളത് അത് എല്ലാ രോഗത്തെയും പുറത്താക്കുന്നു. വരും നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. നിങ്ങൾ ഈ വചനം PDF നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എവിടെയാണോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിർത്തിയത്, കൊലോസിയർ അതിൻ്റെ 3-ാം അധ്യായം. സഭ ജീവിക്കുന്നു, അത് ഉണരുകയാണ് അതിൻ്റെ ആത്മീയ തിരിച്ചറിവിൽ, അവർ ആരാണെന്നുള്ളതിൽ. അതെ, നമുക്ക് വായിക്കാം. കൊലോസിയർ അതിൻ്റെ 3-ാം അധ്യായം. നിങ്ങളെല്ലാവരും അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് PDF ഫയലിൽ. നമുക്ക് വായിക്കാം. കൊലോസിയർ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നിങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ, നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ ദുഷ്ട ആത്മാക്കളും നിങ്ങളെ അനുസരിക്കണമെന്ന്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് യുദ്ധം ചെയ്താൽ നടക്കുകയില്ല, പക്ഷേ അത് വിശ്രമത്തിൽ നിലനിൽക്കുന്നതിലൂടെ സംഭവിക്കും. ഈ മേഖലയിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ മേഖല
അതൊരു വലിയ വിശ്രമത്തിൻ്റെ മേഖലയാണ്. ഇവിടെ ഞാനൊരു കസേര വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ മേഖല അതൊരു വിശ്രമത്തിൽ നിലനിൽക്കേണ്ടുന്ന മേഖലയാണ്. ഈ മേഖല ഇവിടെ നിങ്ങൾക്ക് കസേര കാണാൻ സാധിക്കും. ഈ കസേര അതൊരു സ്ഥാനമാണ്. അവിടെ എനിക്കും നിങ്ങൾക്കും നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്ഥാനത്ത് നിലനിൽക്കേണ്ടത് കൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നിങ്ങൾക്ക് എത്ര പേർക്ക് ബഹുമാനം വേണം? നിങ്ങൾ വിശ്രമത്തിൽ നിലനിൽക്കുക. എന്തുകൊണ്ടെന്നാൽ ബഹുമാനം അത് സ്വീകരിക്കുന്നതിലൂടെയാണ്. അതെൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. ബഹുമാനം, ശക്തി, അധികാരം ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിശ്രമത്തിൽ നിലനിൽക്കുക. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭൂമിയുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഇത് വീണ്ടും വായിക്കാം. ഇവിടെ കൊലോസ്യർ 3 അതിൻ്റെ 2 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾക്കറിയാമോ, എത്രയധികം പുതിയ പുത്രന്മാർ സഭയിലേക്ക് വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, എത്ര സമയം നിങ്ങൾക്ക് സമയം കിട്ടുന്നു മറ്റുള്ള പുത്രന്മാരോട് കൂടെ സമയം ചെലവഴിക്കണം. നിങ്ങൾ എത്രയധികം അവരോടുമായി സമയം ചെലവഴിക്കുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വിശ്രമത്തിനെ കുറിച്ചും പുത്രത്വത്തെക്കുറിച്ചുമായിരിക്കും അവർ സംസാരിക്കുന്നത്. ഇതാണ് വിഷയം സംസാരിക്കാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും വലിയ അധികാരം, നിങ്ങൾ എന്തിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ടോ, നിങ്ങൾ ആ സ്ഥലത്തിൽ വരുന്നത് അത് വിശ്രമത്തിൻ്റെ സ്ഥാനമാണ്. മുന്നോട്ട് വചനത്തിൽ വായിക്കാം. 3 വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഞാനും നിങ്ങളും ആരാണ്? ആരാണെന്ന് വെളിപ്പെടും. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരു ക്രിസ്തു ഓടുകയാണ്, അവൻ യുദ്ധം ചെയ്യുകയാണ്. പക്ഷേ ഒരു ക്രിസ്തു വിശ്രമത്തിൽ നിലനിൽക്കുകയാണ്. സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത് എല്ലാവരുടെയും ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷെ നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് അത് വരുന്നത്, നമ്മൾ ആരാണെന്ന്. ആ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു വ്യക്തി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അതിന് അധിഷ്ഠിതമായിരിക്കും അത്. നമ്മുടെ ഏറ്റവും വലിയ ശ്രമം നമ്മൾ വിശ്രമത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അതേത് മേഖലയാണ് വിശ്രമത്തിൽ നിലനിൽക്കേണ്ട സ്ഥാനം? അത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ പ്രാണനാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് പ്രാവശ്യം നിങ്ങൾ എനിക്ക് അയക്കാറുണ്ട്, പലപ്പോഴും ഇമെയിൽ വരാറുണ്ട്. ഞാൻ ചിലപ്പോൾ അതിന് ഉത്തരം തരാൻ സാധിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പുത്രനുണ്ടായിരുന്നു. അവരുടെ ചില പ്രശ്നങ്ങൾ എനിക്ക് എഴുതി, പക്ഷേ എനിക്കതിന് ഉത്തരം നൽകാൻ സാധിച്ചില്ല. അവർ പലപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചു. ഒരുപാട് പ്രാവശ്യം മെസ്സേജ് അയച്ചപ്പോൾ അവസാനത്തെ മെസ്സേജ് ഞാൻ അവരുടെ വായിച്ചത്, അതിൽ അവരിങ്ങനെയാണ് പറഞ്ഞത്, പ്രിയ, എനിക്ക് തോന്നുന്നു ആരോ ഉണ്ട് എനിക്കെതിരായിട്ട് നിങ്ങളോട് തിരിക്കുന്നയാൾ. ഞാനത് വായിച്ചിട്ട് ഇത് ചിന്തിച്ചു, ദുഷ്ടൻ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലും വിചാരങ്ങളുമായി കളിക്കുന്നത്. ഞാൻ കാണുകയായിരുന്നു എങ്ങനെയാണ് വിചാരങ്ങൾ, അവൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിടുന്നത്. ആ വ്യക്തി ഗ്രൂപ്പ് പോലും വിട്ടിട്ട് പോയി. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഞാൻ അവരെ ഉറപ്പ് കൊടുത്തു, ആരും നിങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. പക്ഷെ ഞാൻ ഈ കാര്യം ചിന്തിക്കുകയായിരുന്നു, നിങ്ങൾ ചെറിയ വിചാരങ്ങളെ നിങ്ങൾക്ക് ഇടിച്ചു കളയാൻ സാധിക്കാതിരിക്കുമ്പോൾ, അത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, അതിൽ വിശ്വസിക്കുമ്പോൾ, അവസാനം ആരാണ് വിട്ടിട്ട് പോയത്? അവർ തന്നെ. എന്തുകൊണ്ടെന്നാൽ സാത്താൻ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അവൻ തന്ത്രങ്ങൾ കൊണ്ടിടുന്നത്. അവൻ്റെ പ്രവൃത്തിയിലൂടെ അവനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ അനുവദിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നു, എല്ലാ സാഹചര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങളുടെ പുറകെ ഓടാതിരിക്കാൻ നമ്മൾ പഠിക്കുന്നു. നമ്മൾക്ക് അപ്പോൾ മാത്രമേ വിശ്രമത്തിൽ ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ സ്വർഗീയ പിതാവിൽ വിശ്വാസമുള്ളപ്പോൾ. ഇതിൽ ഉണരുക, യേശുക്രിസ്തു പൂർത്തീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ പ്രവൃത്തി മൂലമല്ല, അത് യേശുക്രിസ്തുവാണ് ആ എല്ലാ കാര്യത്തിലും നമ്മൾക്ക് നിറവ് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ പ്രവൃത്തി മൂലമല്ല, പക്ഷേ ആ യേശുക്രിസ്തുവാണ് ആ എല്ലാ കാര്യങ്ങളിലും പരിപൂർണത കൊണ്ടുവരുന്നത്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. അതിനു മുമ്പ് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് റോമർ അതിൻ്റെ 8-ാം അധ്യായം വായിക്കാം. ഇവിടെ 1 എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ശരീരത്തിനനുസരിച്ചല്ല, ആത്മാവിനനുസരിച്ചാണ് നടക്കുന്നത്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു.
ഇവിടെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ശരീരത്തിനനുസരിച്ചല്ല ആത്മാവിനനുസരിച്ചാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ജഡത്തെ അനുസരിച്ചല്ല ആത്മാവിനെ അനുസരിച്ച്. ജഡത്തെ അനുസരിച്ച് നടക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളത് സ്വീകരിക്കുമ്പോൾ ആ കാര്യങ്ങൾ ശരീരത്തിൽ നിന്ന് വന്നാണ്. അതുകൊണ്ട് നമ്മൾ സൃഷ്ടിക്കിൽ നിന്നല്ല ഒന്നിൻ്റെയും അറിവെടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്, ഒരു പ്രാവ് പറന്ന് വരും, അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരുടെ ആളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അങ്ങനെയല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോയതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തു നിന്ന് അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ശരീരത്തിൽ നിന്ന് നമ്മൾ അറിവെടുക്കാൻ ശ്രമിക്കുന്നത് അത് സ്ഥിരമായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആനന്ദിക്കുക. എന്തുകൊണ്ടെന്നാൽ എനിക്കും നിങ്ങൾക്കും സ്വർഗീയ പിതാവുണ്ട്. ഏത് സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കാത്തതുണ്ടോ അവനാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാണുന്നത്. അതുകൊണ്ട് നമ്മൾ അടയാളങ്ങൾ അന്വേഷിക്കാൻ പോകാതിരിക്കുക. ഈ ശാരീരിക ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ പുറകെ ഓടി വരും. യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. 18-ാം വാക്യത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ അവനെ മഹത്വപ്പെടുത്തി ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. ഇതെപ്പോഴാണ് പറഞ്ഞത്? യേശു ക്രൂശിൽ പോകുന്നതിന് മുമ്പ് ആ ഒരു സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു. എന്നിട്ട് 30-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്ര ഇതുണ്ടായത്. യേശുവിന് അവന് വേണ്ടി ഒന്നും ഉറപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ അറിഞ്ഞിരുന്നു അവൻ ആരാണെന്ന്. അതുപോലെയാണ് എനിക്കും നിങ്ങൾക്കും ഒന്നിൻ്റെയും ഉറപ്പിൻ്റെ ആവശ്യമില്ല. നമ്മുടെ തിരിച്ചറിവിന് വേണ്ടി പിതാവ് നമ്മൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതിന്. നമുക്ക് ചിലപ്പോൾ തോന്നും, ജോലിയിൽ എനിക്ക് ബോണസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അവൻ്റെ പ്രിയപുത്രനല്ലായിരിക്കാം. നമ്മൾ പഠിക്കാത്തിടത്തോളം നമുക്ക് ഇതിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ സ്വർഗീയ പിതാവിൻ്റെ പുത്രനാണ്, എല്ലാം അപ്പോൾ നിങ്ങളുടെ പുറകെ വരുവാനിടയാകും. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അവൻ്റെ പ്രിയപുത്രന്മാരാണ്. നമ്മുടെ നല്ല ദിവസം തീർത്ത ദിവസം വന്നതുകൊണ്ടല്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെയും നിങ്ങളുടെയും ബന്ധം സ്വർഗീയ പിതാവുമായിട്ടുള്ളത് അത് രക്തത്തിൽ അധിഷ്ഠിതമാണ്, സാഹചര്യങ്ങളിലല്ല. എല്ലാ ആത്മീയ സാഹചര്യങ്ങളും ഈ കാര്യം അറിയുമ്പോൾ ഈ പുത്രൻ അവൻ്റെ തിരിച്ചറിവിൽ നിലനിൽക്കുന്നു എന്ന് എന്ത് സാഹചര്യം അവരുടെ ജീവിതത്തിൽ വന്നാലും പിന്നെ അത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് അവസാനിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരു കാര്യവും നിങ്ങളെ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിന്ന് നിങ്ങളെ വേർപെടുത്താൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരും. പലപ്പോഴും നമുക്കിങ്ങനെ തോന്നും, ഒരു പ്രശ്നത്തിന് ശേഷം അടുത്ത പ്രശ്നം, മൂന്നാമത്തേത്. പിന്നെ എന്തുകൊണ്ടെന്നാൽ അത് നമ്മളതിൻ്റെ പുറകെ ഓടുന്നത് കൊണ്ടാണ്. നമ്മൾ വിശ്രമിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അത്ഭുതകരമായി ആ അഗ്നി വന്ന് തന്നെത്താൻ അത് കരിഞ്ഞു പോകുവാനിടയാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയും, നിങ്ങൾ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനമാണ് യേശു ക്രിസ്തുവിൽ എടുത്തിരിക്കുന്നത്. അവിടെ എല്ലാ ബഹുമാനവും, അവിടെ ശക്തിയും എല്ലാ അധികാരവുമുണ്ട്. നിങ്ങൾ പഠിക്കുക വിശ്രമത്തിൽ നിലനിൽക്കാൻ. മുന്നോട്ട് വചനത്തിൽ നമുക്ക് വായിക്കാം. ഇവിടെ നമ്മൾ വായിച്ചു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഇതാണ്: പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഞാൻ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കരുത്, ഞാൻ എന്തെങ്കിലും തന്നെത്താൻ പോയി എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകാൻ ശ്രമിക്കരുത്. പക്ഷെ ഞാൻ ആ സ്ഥലത്ത് വിശ്രമിക്കും. പിതാവ് പിന്നെ പോയി അവൻ്റെ നീതി എനിക്ക് വേണ്ടി മുന്നോട്ട് ചെന്ന് പ്രവർത്തിക്കുവാനിടയാകും. ആ കാര്യങ്ങളും അവൻ പൂർത്തീകരിക്കും, നമ്മൾക്ക് ഒരിക്കലും ശരീരത്തിൽ ചെയ്യാൻ സാധിക്കാത്തത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു. 2 കാര്യം ഇതായിരുന്നു. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ പുതിയ ഉൽപ്പത്തി, പുതിയ സൃഷ്ടി അതെവിടെ നിന്നാണ് നടന്നത്?
അത് നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ഏത് സ്ഥാനത്താണ്? എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുകയാണ്, ആത്മാവിൽ മനസ്സ് വയ്ക്കുന്നത് ജീവൻ തരുന്നു എന്ന് പറയുന്നു. ആ നീതി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗീയ രാജ്യം അത് ജീവിക്കുന്നതാണ്. അതെല്ലാ സമയവും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും പ്രവൃത്തിയിലാണ്. ആർക്ക് വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിക്കും സ്വർഗീയ രാജ്യം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്? ഞാനും നിങ്ങളും ആ യുദ്ധം ചെയ്യുന്നത് അവസാനിപ്പിക്കുമ്പോൾ, എത്രയധികം നമ്മൾ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ഇന്ന് രാവിലെ എൻ്റെ ശരീരത്തിൽ ആ രോഗത്തിൻ്റെ ലക്ഷണം കണ്ടു. ആ അലർജിയുടെ റാഷസ് കാണാൻ തുടങ്ങി. ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു എനിക്ക് വേണ്ടി മരുന്ന് മേടിച്ചുകൊണ്ട് വരണമെന്ന്. പക്ഷേ അവർ മരുന്ന് കൊണ്ടുവരുന്നതിന് മുമ്പേ ആ പുനരുത്ഥാന ജീവൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, അത് എല്ലാ മരണത്തെയും അവർ മരുന്ന് മേടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പേ ആ പുനരുത്ഥാന ജീവൻ എൻ്റെ ഉള്ളിലുള്ളത് അത് എല്ലാ മരണത്തെയും തിന്നുകളഞ്ഞു. ഏത് മേഖലയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നു അത് ജീവൻ്റെ മേഖലയാണ്. ആ മേഖലയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയത്തെക്കുറിച്ചും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് മനുഷ്യൻ ഈ മേഖലയിലായിരിക്കുന്നു, ഈ ലോകത്തിൻ്റെ മേഖലയിൽ, അവർക്കാണ് ആവശ്യം അവരുടെ ജീവിതത്തിന് വേണ്ടി ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ തന്നെത്താൻ പോയി തപ്പിക്കൊണ്ട് വരണം. പക്ഷേ എനിക്കും നിങ്ങൾക്കും ജീവൻ്റെ മേഖലയിലായിരിക്കുമ്പോൾ, നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ, ഇവിടെ നമുക്ക് എല്ലാം ലഭിക്കുവാനിടയാകും പരിശുദ്ധാത്മാവിലൂടെ, നമ്മുടെ സ്വർഗീയ പിതാവിലൂടെയും. അത് നിങ്ങളുടെ ജോലിയാണെങ്കിലും നിങ്ങളുടെ ഭാര്യയാണെങ്കിലും എല്ലാം നമ്മുടെ സ്വർഗീയ പിതാവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് സ്വർഗീയ രാജ്യത്തിൽ ഒരിക്കലും ഒന്നിനും കുറവുണ്ടാകുകയില്ല. ആ ലോകത്ത് നിങ്ങൾക്ക് കുറവുകൾ കാണാം, പക്ഷെ നിങ്ങൾ ഉറയ്ക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. എഫേസ്യർ അതിൻ്റെ 6-ാം അധ്യായം. അതിനു മുമ്പ് നമുക്ക് ഈ വചനത്തിലേക്ക് പോകാം. നമ്മൾ റോമർ 8 അധ്യായം വായിക്കുകയായിരുന്നു, അത് നമുക്ക് പൂർത്തീകരിക്കാം. അതിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കാം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ സാക്ഷ്യങ്ങളിലും കേട്ടു, ദൈവത്തിൻ്റെ പുത്രന്മാർ അവർ ശരീരത്തിൽ കാണുന്നതിനനുസരിച്ചല്ല അവർ സഞ്ചരിക്കുന്നത്, പക്ഷെ അവർ ആത്മീയ തിരിച്ചറിവിൽ നിലനിൽക്കുന്നു. അവർ ആരാണെന്നും ആ ആത്മാവാണ് പിന്നെ അവരുടെ ശരീരത്തിലും അധികാരം നടത്തുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇവിടെ 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് പുത്രൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു. അവകാശികൾ എന്താണ്? നമ്മുടെ അവകാശം എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കുറവിൽ ഒരു അവകാശം? നിങ്ങൾ രാജാവായിട്ടും നിങ്ങളുടെ അവകാശം ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? എൻ്റെയും നിങ്ങളുടെയും അവകാശം അത് ഏറ്റവും വലുതായിരിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ ഉണരേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൽ എത്രയധികം കുറവുണ്ടെങ്കിലും നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ അവകാശം അത് സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആൻറ്റി അവരുടെ വിശ്വാസത്തിൽ നിലനിന്നപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുകയാണ്. എഫേസ്യരിലും നമുക്ക് ഈ വാക്യം വായിക്കാൻ സാധിക്കും. നമ്മൾ എത്രയധികം നമ്മുടെ ആത്മീയ രൂപത്തിൽ നമ്മൾ ഉണരുന്നുവോ, അത്രയധികം നമ്മൾ ഒരു മനസ്സാകുന്നുവോ, നമ്മുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, നമ്മുടെ വീണ്ടും ജനനത്തെക്കുറിച്ച്, നമ്മുടെ പുതിയ സൃഷ്ടിയെക്കുറിച്ച് എല്ലാ അവകാശങ്ങളും ആത്മീയ മേഖലയിലുള്ളത് അത് നമുക്ക് ഈ ഭൗതിക മേഖലയിലും അത് നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രകടമാകുന്നത് ഈ നിറവ് ഒരാൾ അവരുടെ ആരോഗ്യത്തിൽ അവർക്ക് കാണാൻ സാധിക്കും, അവരുടെ ജോലിയിൽ അവർക്ക് കാണാൻ സാധിക്കും, ഒന്ന് അവരുടെ ജീവിത സഖിയുടെ രൂപത്തിൽ അവർക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ പുനരുത്ഥാന ജീവൻ നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അത് ജീവൻ നൽകുവാനിടയാകും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്?
എന്തുകൊണ്ടെന്നാൽ സ്വർഗീയ പിതാവ്, അവൻ്റെ ശക്തി അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ആ വിശ്രമത്തിൽ, ആ സമാധാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ. എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അത് നിങ്ങൾ നിങ്ങളുടേതാക്കാതിരിക്കുക, നിങ്ങളുടേതായി എന്ന് പറഞ്ഞ് പിടിക്കാതിരിക്കുക. നിങ്ങൾ ആ വിശ്രമത്തിൽ നിലനിൽക്കുക. എന്തുകൊണ്ടെന്നാൽ എല്ലാ പ്രശ്നങ്ങളും അത് നമ്മുടെ കാലിൻ്റെ കീഴിലാണ്. നമ്മൾ ശ്രമിക്കുന്നത് ആ വിശ്രമത്തിൽ നിലനിൽക്കാൻ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ നീതിയിലാണ് ഇത്രയധികം ശക്തിയുള്ളത്. എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ സാഹചര്യങ്ങളെയും ശരിയാക്കാൻ അവന് ശക്തിയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത് മാത്രം, നമ്മൾ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കണം. മുന്നോട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർ 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ആരുടെ ശക്തി? ബലത്തിൽ? ദൈവത്തിൻ്റെ ബലത്തിൽ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ആരുടെ മുമ്പിലാണ് എതിർത്ത് നിൽക്കേണ്ടത്? തന്ത്രങ്ങളോട്. എങ്ങനെയാണ് അവൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? സാത്താൻ അവനെ തെറ്റിദ്ധരിപ്പിക്കുന്നവൻ ആത്മാവെന്നാണ് അവനെ പറയുന്നത്. അവൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് കാണിച്ച് അവന് ശക്തിയുണ്ട് എന്ന്. സത്യത്തിൽ ഇതാണ്, അവനൊരു ശക്തിയുമില്ല. പക്ഷെ നിങ്ങൾ അവനെങ്ങനെയാണ് ശക്തി നൽകുന്നത്? ആ പ്രശ്നങ്ങളെ നിങ്ങൾ അതിന് ഏറ്റവും വലുതായി കാണുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തേക്ക് വരുന്നതിനെ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാലിൻ്റെ കീഴേ ഉള്ളത്? അത് നിങ്ങളുടെ കാലിൻ്റെ കീഴേ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ വീടിൻ്റെ വിഷയത്തിൽ ഒരു കേസ് നടക്കുകയാണ്. അത് സുപ്രീം കോടതിയിൽ പോയി അവിടുത്തെ ജഡ്ജ് ആ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെക്ക് അനുകൂലമാക്കി ചെയ്തു. നിങ്ങളെ വിജയാളിയാക്കി. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ആരോ നിങ്ങളുടെ വീട്ടിൽ കടന്നിരിക്കുകയാണ്. അവരോട് നിങ്ങൾ സംസാരിക്കും. ദയവ് ചെയ്ത് എൻ്റെ വീട് വിട്ടു പോകാൻ നിങ്ങൾ പറയും. അവർ അപ്പം നിങ്ങളോട് പറയും, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു റൂമെങ്കിലും തരാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവാനിടയാകും. ഇത് അറിവ് ആവശ്യമാണ്. യേശു എന്താണ് ചെയ്തതെന്ന് ഇത് സഭ ഉണരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ആ വ്യക്തിയോട് കൂടെ സംഭവിച്ചതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് എങ്ങനെ അവർ ഗ്രൂപ്പ് പോലും വിട്ടിട്ട് പോയി, എങ്ങനെയാണ് അവരുടെ ചിന്തകൾ, വിചാരങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരുവാൻ തുടങ്ങിയത്. അവർക്കെതിരെയുമായിട്ട് ഒന്നും നടന്നില്ലായിരുന്നു. പക്ഷെ അവർ തോന്നുകയാണ് ആരോ എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞു. അവർ ഗ്രൂപ്പ് വിട്ടിട്ട് പോയി. അതാണ് അവൻ്റെ തന്ത്രം. അതൊരു ഭ്രമമായിരുന്നു, ഒരു തെറ്റിദ്ധാരണയായിരുന്നു, അത് യാഥാർത്ഥ്യമല്ലായിരുന്നു. അതുകൊണ്ട് വളരെ ആവശ്യമാണ് എല്ലാ ഉയർച്ചകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ വചനത്തിൽ നമുക്ക് വായിക്കാം, എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ ഉയർത്തി നിൽപ്പാൻ കഴിയേണ്ടതിന്. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിങ്ങൾക്കറിയാമോ, എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്, അവൻ്റെ തന്ത്രങ്ങൾ വരുന്നത്, അത് എല്ലാ കാര്യങ്ങളും അത് ജഡത്തിലും രക്തത്തിലുമാണ് വരുന്നത്. അത് നമ്മുടെ ജോലിയാണെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെങ്കിലും അതെല്ലാം പ്രകടമാകുന്നത് രക്തത്തിലും ജഡത്തിലുമാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്, ആ വേര് എവിടെ നിന്നാണോ ഇത് വന്നത് അത് ജഡരക്തങ്ങളല്ല, നമ്മൾ കാണുന്നതല്ല. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. സ്വർലോകത്തിൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ മുകളിൽ കാണുന്ന, ഞാൻ നിങ്ങളോട് പറഞ്ഞു 3-ാം സ്വർഗവും 2-ാം സ്വർഗവും ഉണ്ടെന്ന്. അങ്ങനെയുള്ള ആത്മീയ സ്ഥാനങ്ങളെക്കുറിച്ചാണ്, ആത്മീയ സ്ഥലങ്ങളെക്കുറിച്ചാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. ഉറച്ചു നിൽക്കണം. അതിൻ്റെ അർത്ഥം ഇതാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഉറച്ചു നിൽക്കുക എന്നുള്ളതിൻ്റെ, അതിനോട് എതിർത്ത് നിൽക്കണം എന്നുള്ളത്. ഇവിടെ യുദ്ധം ചെയ്യുവാനല്ല പറയുന്നത്, നമ്മുടെ തിരിച്ചറിവിനെ പിടിക്കാനാണ് പറയുന്നത്. ഇതൊരു സത്യമാണ്. യേശു ക്രിസ്തുവിൽ നമ്മൾ ആത്മീയ മേഖലയിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളിൻ്റെ കാലിൻ്റെ കീഴെയാണ്. അപ്പോഴാണ് വചനത്തിൽ മുന്നോട്ട് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും, സത്യത്തിലൂടെ യേശു ക്രിസ്തു വചനം നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ചുള്ളതിന് ആ സത്യത്താൽ നിങ്ങളുടെ അര കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. നിങ്ങൾക്കറിയാമോ, നീതിയുടെ വഴി, അതിൽ മരണം ഉണ്ടാവുകയില്ല. മരണം അത് പാപത്തിലൂടെ മാത്രമാണ് ഉത്ഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയാണ്. ആ ജീവൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം എന്താണ്? അത് ജീവനാണ്, അത് സമൃദ്ധിയായ ജീവനാണ്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ആ നീതി എന്ന കവചം നിങ്ങൾ ധരിക്കണം.
എത്രയധികം അസഫലതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? പക്ഷേ യേശു ക്രിസ്തു നിങ്ങളുടെ നീതിയാണ്. അത് ഞാൻ ധരിച്ചിരിക്കുകയാണ്. ഈ നീതിയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് അന്വേഷിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആവശ്യമാണ്, നിങ്ങളെല്ലാം ചെയ്യണം. എനിക്ക് വിശ്വാസമുണ്ട്, സ്വർഗീയ ദൈവത്തിൻ്റെ പുത്രന്മാർ ഏത് കാര്യത്തിലാണെങ്കിലും അവർ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. എല്ലാ മേഖലയിലും അവർ വെള്ളത്തെ വീഞ്ഞാക്കും. അത് നിങ്ങളുടെ വിവാഹമാണെങ്കിലും എല്ലാറ്റിലും നിങ്ങൾ പ്രാപിക്കുന്നത് എത്രയധികം നിങ്ങൾ ഉണരുന്നുവോ, യേശു ക്രിസ്തുവിൻ്റെ നീതിയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പോയി കാര്യങ്ങൾ ചെയ്യുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആദ്യം നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പോൾ എല്ലാ വസ്തുക്കളും എന്തിനൊക്കെ പുറകെ ലോകം ഓടുന്നുണ്ടോ അതെല്ലാം നിങ്ങളുടെ പുറകെ വരുവാനിടയാകും. ആ എല്ലാ വസ്തുക്കളും നിങ്ങളുടെ പുറകെ വരും. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി ഇതാണ്. നമ്മൾ സത്യത്തിൽ നിലനിൽക്കണം. യേശു ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധം അതിൻ്റെ അധികമായ സന്തോഷത്തിലായിരിക്കണം. നമ്മൾ മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിലും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. ഇതെന്താണ്? ആ എല്ലാ ചിന്തകളും വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരിക്കലും ദുഷ്ടൻ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്ത കൊണ്ടുവരികയില്ല, അങ്ങനെയുള്ളൊരു സംശയം കൊണ്ടുവരികയില്ല, ഞാൻ ഭാരതീയനാണോ അല്ലയോ എന്നുള്ളത്. ആർക്കെങ്കിലും അങ്ങനെയുള്ള ചിന്ത വരാറുണ്ടോ? നിങ്ങൾ ഭാരതീയനല്ല എന്ന്, നിങ്ങൾ ശ്രീലങ്കക്കാരനാണ് എന്ന്. എത്ര പേർക്ക് അങ്ങനെയുള്ള ചിന്ത വരാറുണ്ട്? എന്തുകൊണ്ട് വരത്തില്ല? ദുഷ്ടൻ എന്തുകൊണ്ടാണ് അത് കൊണ്ടുവരാത്തത്? അവനറിയാം ഇത് വളരെ ബാല്യപരമായ കാര്യമാണ്. അവനറിയാം നിങ്ങൾക്ക് സത്യത്തെക്കുറിച്ച് അറിയാം. നിങ്ങളുടെ മുമ്പിൽ കണ്ണാടി ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നോ ഇല്ലയോ, അവനറിയാം. നിങ്ങൾ ജന്മത്താൽ തന്നെ ഭാരതീയനാണെന്ന് നിങ്ങൾ അറിയുന്നുവെന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് അറിവില്ലാത്ത, നിങ്ങൾ ഉറപ്പില്ലാത്ത വിഷയത്തിലാണ് അവൻ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്, സംശയങ്ങൾ കൊണ്ടുവരുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇത് വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ, രക്ഷ എന്ന ശിരസ്ത്രവും. എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് രക്ഷ എന്ന ശിരസ്ത്രത്തെക്കുറിച്ച്? മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാറ്റിലും ഇത് ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പേൻ. രക്ഷ എന്ന ശിരസ്ത്രവും. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? രക്ഷ എന്ന ശിരസ്ത്രത്തെക്കുറിച്ച് എന്തുകൊണ്ട്, രക്ഷയുടെ കവചത്തെക്കുറിച്ച് എന്തുകൊണ്ട് എഴുതിയില്ല? എവിടെയാണ് എല്ലാ ചിന്തകളും വരുന്നത്? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ. എത്രയധികം നമ്മൾ ഉണരുന്നുവോ, യേശു പൂർത്തീകരിച്ചു എന്നുള്ളതിൽ. മുന്നോട്ട് നമുക്ക് വായിക്കാം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിലും മീതെ ദുഷ്ടന്റെ തീയമ്പുകളേക്കും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സുഖിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ഈ കാര്യങ്ങൾ പൗലോസ് എഴുതുമ്പോൾ ആ സമയത്ത് പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. ആ സമയത്ത് ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലായിരുന്നു. ഇപ്പോഴും അവർ പഴയതിലാണ് ജീവിച്ചത്, ന്യായപ്രമാണത്തിൽ സഞ്ചരിക്കുന്നവരായിരുന്നു. ഇവിടെ പൗലോസ് വന്ന് പ്രസംഗിക്കുകയാണ്, യേശുക്രിസ്തു വന്നു ന്യായപ്രമാണം പൂർത്തീകരിക്കാൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആ നീതി എന്ന കവചം. എനിക്കറിയാം ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി അതിനനുസരിച്ചല്ല, പക്ഷേ നിങ്ങൾ യേശുക്രിസ്തു ചെയ്തതാണ് രക്ഷ എന്ന ശിരസ്ത്രം. എനിക്കറിയാം യേശുക്രിസ്തു പൂർത്തീകരിച്ചു. പക്ഷേ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ എല്ലാ വിഷയത്തിലും എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി, ഈ സത്യത്തെ നമ്മൾ സ്വീകരിക്കുക, ഇത് പിടിച്ചുകൊള്ളുക, ഒരു സ്ഥാനത്ത് നിലനിൽക്കുക. ആ സ്ഥാനം ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. അതാണ് സ്ഥിരതയുടെ സ്ഥലം. ആത്മാവിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സങ്കല്പങ്ങളിൽ. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാറ്റിലും നിങ്ങൾ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കുക. എല്ലാ സാത്താൻ്റെ തന്ത്രങ്ങളും അവനിൽ നിന്ന് വരുന്നത്. എൻ്റെ മമ്മിയുടെ ക്യാൻസറിൻ്റെ റിപ്പോർട്ടും നമുക്കറിയാമായിരുന്നു അത് പിതാവിൽ നിന്നല്ല എന്ന്.
ഞാൻ പോയി അവരുടെ ശരീരമല്ല നോക്കിയത്. ഒരു പേപ്പർ എൻ്റെ അടുത്ത് വന്നു, അതിലെഴുതിയിരിക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ് എന്ന്. എപ്പോഴും നമുക്ക് ഒരു റിപ്പോർട്ട് ലഭിക്കുമ്പോൾ നിങ്ങൾ അറിയുക, എല്ലാ കാര്യങ്ങളും നമ്മളെ ആ പേപ്പറിൽ എഴുതി തരുന്നത് നമ്മളതിൽ വിശ്വസിക്കാറുണ്ട്. എനിക്ക് ഒരു വചനമുണ്ടായിരുന്നു, ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്നു, രോഗത്തെ അത് കാണിക്കുന്നു. പക്ഷെ ഞാൻ ജീവിച്ചത് മറ്റൊരു വചനത്തിലാണ്. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നു, പക്ഷേ അത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് വിശ്രമത്തിൽ നിലനിന്നു. എല്ലാ കാര്യങ്ങളും എന്നെ ആ സ്ഥലത്ത് നിന്ന് എടുക്കാനാണ് വന്നത്. അത് പറയുകയായിരുന്നു, വരൂ, വന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്യൂ. പക്ഷെ ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്തു. ഒരു യുദ്ധവും ചെയ്യേണ്ട ആവശ്യമില്ല, യേശു ക്രിസ്തുവിൽ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇതെൻ്റെ കാലിൻ്റെ കീഴെയാണ്. അടുത്ത റിപ്പോർട്ട് പൂർണ്ണമായും നോർമലായി വന്നു. അങ്ങനെ ഒരുപാടുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു, അതിൽ ഞാൻ കണ്ടു. ആ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉത്ഭവിച്ചത് അവർ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിന്നതിലൂടെ മാത്രമാണ്. ഈ യാത്ര, ഈ പരിശ്രമം, ഇത് മാത്രമാണ് നമ്മൾ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കുക. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, നിലനിൽപ്പിൻ, അറിയുക ഞാനാണ് ദൈവം. നിലനിൽപ്പിൻ, അറിയുക നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, ഞാനും നിങ്ങളും അവനിൽ നിന്നും ജനിച്ചവരാണ്, സ്വർഗീയ ജാതി. മുന്നോട്ട് നമുക്ക് വായിക്കാം. എബ്രായർ 1:13 എഴുതിയിരിക്കുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? യേശു വചനം ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു, അവസാനത്തെ ശത്രു അവൻ നമ്മുടെ കാൽക്കീഴാകും. ആ ശരീരത്തിലെ മരണമാണത്. പക്ഷെ വചനത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം. ആരാണ് ശത്രുക്കളെ നമ്മുടെ പാദപീഠമാക്കുന്നത്? ഇത് സ്വർഗീയ പിതാവ് യേശുവിനോട് പറയുന്ന വചനമാണിത്. ഇതാരാണിത് ചെയ്യുന്നത്? സ്വർഗീയ പിതാവാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. നിങ്ങൾ അറിയുക, സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ അവൻ്റെ വലത്ത് ഭാഗത്തിരിക്കണമെന്ന്. അവനാണ് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ പാദപീഠമാക്കുന്നത്. നമ്മൾക്ക് ഇപ്പോൾ ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു കസേര കാണാം. ഇത് പാദപീഠമാണ്. ഇവിടെ നിങ്ങൾക്കറിയാമോ, ഈ പാദപീഠം, ഇതിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു വിശ്രമവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല, ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുമ്പോൾ അപ്പോൾ അതൊരു ശരിയായ വിശ്രമമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വിശ്രമത്തിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ എവിടെയാണ്? എന്താണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്? നമ്മുടെ ശത്രുക്കളെല്ലാം എവിടെയാണ്? വചനത്തെ നമ്മൾ വായിച്ചു. സ്വർഗീയ പിതാവ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ്റെ വലത് ഭാഗത്ത് ഇരുത്തി, എന്നിട്ട് പറഞ്ഞു, എല്ലാ ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കും. നീ നിൽക്കുമ്പോൾ എന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ഞാൻ നിന്നാൽ അത് നടക്കുകയില്ല. വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ഇരിക്കുമ്പോൾ, വിശ്രമത്തിലിരിക്കുമ്പോൾ, അപ്പോഴാണ് പിതാവ് എല്ലാ ശത്രുക്കളെയും എൻ്റെ പാദപീഠമാക്കുന്നത്. ആ ഇരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ പുറകെ ഓടുന്നത് നിർത്തുക. എന്തുകൊണ്ടാണ്? സാത്താൻ നമ്മുടെ അടുത്ത് വരുന്നത് നമ്മുടെ ചിന്തകളിൽ കളിക്കാൻ ശ്രമിക്കുമ്പോൾ പോയി ഓടുക. നീ ആ പ്രശ്നത്തിൻ്റെ പുറകെ ഓടുക. അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്തെ നിങ്ങൾ വിട്ടുകളയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ആ സമയത്താണ് നമ്മൾക്ക് ഏറ്റവും വലിയ മുറിവുകൾ ഉണ്ടാകുന്നത്. ശബത്തിൻ്റെ സമയത്ത് അവൻ പുറത്തു പോകുമ്പോൾ അവനെ കല്ലെറിയുമായിരുന്നു. ആ ശബത്തിൻ്റെ സമയത്ത് വിശ്രമത്തിലാണെങ്കിൽ ആർക്കവനെ എറിയാൻ സാധിക്കും? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾ വിശ്രമത്തിലായിരിക്കണം എന്നുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭൗതിക മേഖലയിൽ ഈ ലോകത്തിൽ നടക്കുന്നത് അതിനെ നോക്കി അതിൽ ശരീരത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നവർ ആകരുത് നമ്മൾ. എന്തുകൊണ്ടെന്നാൽ ഒരു മേഖലയുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ മേഖലയിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേഖലയാണ്. ആ ലോകത്തിൻ്റെ തിരിച്ചറിവ് നോക്കി നിങ്ങൾ അതിൻ്റെ പുറകെ ഓടാതിരിക്കുക. പക്ഷെ നിങ്ങളുടെ ആത്മീയ തിരിച്ചറിവ്, സ്വർഗീയ തിരിച്ചറിവിൽ നിലനിൽക്കുക. ഈ സ്ഥാനമാണ് അവിടെ ബഹുമാനവും ശക്തിയും അവിടെ അധികാരവുമുള്ളത്. നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങളുടെ ആത്മീയ സ്ഥാനം വിശ്രമത്തിൻ്റെ സ്ഥാനത്തിൽ. എന്താണ് വിശ്രമത്തിൻ്റെ അർത്ഥം? നിങ്ങൾക്കറിയാമോ, എനിക്ക് വിശ്വാസമില്ലാത്തിടത്തോളം, ഈ കസേര എന്നെ പരിപാലിക്കുമെന്ന് വിശ്വാസമില്ലാത്തിടത്തോളം എനിക്ക് ഇതിലിരിക്കാൻ സാധിക്കില്ല. നമുക്ക് ഉറപ്പായൊരു വിശ്വാസം ഇതിനെന്നെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വാസമില്ലാത്തിടത്തോളം നമുക്ക് ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു?
ഈ വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും കാര്യമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധം വളരെ ആവശ്യമാണ്. ഏത് സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് കൊടുക്കുക. ഒരു പ്രാവശ്യം ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ആ മേഖലയിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ പോയി സമാധാനത്തോടെ ഉറങ്ങുക. എന്തുകൊണ്ട്? ഇത് നിങ്ങളുടെ പ്രവൃത്തിയല്ല നിങ്ങളുടെ ദൈവത്തിൻ്റെ പുത്രനാക്കുന്നതിന് ആക്കുന്നത്, പക്ഷെ നിങ്ങൾ ജന്മത്തിലൂടെ അവൻ്റെ രക്തത്താലുള്ള സന്തതിയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പ്രശ്നത്തിൽ നിങ്ങൾ വിജയാളിയായി പുറത്തു വരും. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നിങ്ങളെ വിജയാളിയാക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ സ്വർഗീയ പിതാവ് അയച്ചവനിൽ ആ രക്തമാണ് നമ്മളെ എല്ലാ മേഖലയിലും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളെ വിജയാളികളാക്കുന്നത്. അപ്പോഴാണ് ഈ ആളുടെ അടുത്ത് വന്നിട്ട് പ്രശ്നവുമായിട്ട് ഞാൻ അവരോടൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമത്തിൽ നിലനിൽക്കുക. നിങ്ങൾ കാണാൻ സാധിക്കും യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ആ കാര്യം പൂർത്തീകരിച്ചു. അവർ വിശ്വസിച്ചതിലൂടെ മാത്രം ആ എല്ലാ സാഹചര്യങ്ങളും മാറുവാനിടയായി. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുകയോളം. ഒരുപാട് പ്രാവശ്യം ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അവരവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നന്നായി തോന്നും. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം തിരിച്ച് വീണ്ടും ആ പ്രശ്നം വരികയാണ്. അവർ വീണ്ടും പ്രാർത്ഥിപ്പിക്കും. പ്രാർത്ഥന നടക്കുമ്പോൾ അവർക്ക് വീണ്ടും നല്ലതായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ വേര്, ആ പ്രശ്നത്തിൻ്റെ വേരിൽ നിന്നേ അതിനെ ഇല്ലാതാക്കിയാൽ അതിൻ്റെ ആവശ്യം, നിങ്ങളിത് ചെയ്യാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി വിശ്രമത്തിൽ നിലനിൽക്കേണ്ടത്, യേശുക്രിസ്തുവിൽ ഇരിക്കണം. പിതാവ് എല്ലാ ശത്രുക്കളെയും നമ്മുടെ പാദപീഠമാക്കുവോളം. മുന്നോട്ട് നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 15:20 വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും, ആദ്യത്തെ ആദം മൂലം മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കിയോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്ര ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വചനം ഞാൻ വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ 27-ാം വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രേ എന്ന് സ്പഷ്ടം. ഇവിടെ നോക്കുക, എഴുതിയിരിക്കുകയാണ്, ആഹാരാണ് എല്ലാം കീഴ്പ്പെടുത്തി കൊടുക്കുന്നവൻ യേശുക്രിസ്തുവിന്? അത് സ്വർഗീയ പിതാവാണ്. അതെങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചത്? നമ്മൾ ഉദാഹരണത്തിൽ കണ്ടതുപോലെ ആ വിശ്രമത്തിൽ നിലനിൽക്കുന്നതിലൂടെ. ആ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനം നിങ്ങൾ ആത്മീയ മേഖലയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു സ്ഥാനമാണ്, വിശ്രമത്തിൻ്റെ സ്ഥലം. സാത്താൻ എല്ലാം ചെയ്യുന്നു എങ്ങനെയെങ്കിലും നമ്മളെ ആ വിശ്രമത്തിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ച്. എനിക്ക് ഓർമ്മയുണ്ട്, ഗ്രാം കുക്ക് ഒരു പ്രാവശ്യം ഒരു ദർശനം പറയുകയായിരുന്നു, സ്വപ്നത്തിൽ കണ്ടത്. അദ്ദേഹം കണ്ടു, ഒരുപാട് ദുഷ്ട ആത്മാക്കൾ അവൻ്റെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓടുമ്പോഴതിനനുസരിച്ച് ദുഷ്ട ആത്മാക്കളും അവരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചു. സ്വർഗീയ പിതാവ് അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ കട്ടന് പുറകിൽ ഒളിക്കുക. അവർ ആ കട്ടന് പുറകിൽ വരുമ്പോൾ കാണാൻ സാധിക്കും, സ്വർഗീയ പിതാവ് അവരോട് പറഞ്ഞു, സമാധാനമായിരിക്കുക. അത് പിന്നെയും അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സ്വർഗീയ പിതാവ് പറയുക, സമാധാനമായിരിക്കുക. കുറച്ച് സമയത്തിന് ശേഷം അത് അവിടേക്ക് വരുമ്പോൾ അത് ചാരമായി പോവുകയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ സമാധാനത്തിലായിരിക്കുമ്പോൾ സാത്താൻ നിങ്ങളെ തൊടുവാൻ സാധിക്കുകയില്ല. അവൻ അറിയുകയില്ല ആ പുത്രനോട് എതിർത്ത് നിൽപ്പാൻ എപ്പോഴും വിശ്രമത്തിൽ നിൽക്കുന്നവനിൽ. പരീക്ഷിക്കുന്നവനും യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾക്കറിയാമോ, അവൻ യേശുവിനോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുക, സ്വർഗദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന്. എല്ലാ പരീക്ഷകളും യേശുക്രിസ്തുവിൻ്റെ നടന്നത് നിങ്ങൾക്കറിയാമോ? യേശു വെള്ളത്തെ വീഞ്ഞാക്കിയവനാണ്.
അവനൊരു കല്ലിനെ അപ്പമാക്കാൻ സാധിക്കുമായിരുന്നു, പക്ഷേ അവന് അത് സ്ഥാപിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ വിഷയത്തിൽ അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളത് അവന് ആ ഉറപ്പ് ലഭിക്കുന്നത് ആ രക്തത്തിലൂടെയാണ്. സ്വർഗീയ പിതാവിൻ്റെ സാക്ഷ്യവചനത്താൽ എൻ്റെ പ്രിയ പുത്രനാണെന്ന് പറയുന്നതിലൂടെ. യേശുക്രിസ്തു ആ തിരിച്ചറിവിൽ പിടിച്ചപ്പോൾ ആരാണ് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയത്? നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യേശുക്രിസ്തുവിന് അധികാരം ഉപയോഗിക്കുന്ന നമുക്ക് ബൈബിളിൽ പല സ്ഥലത്ത് കാണാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കും, യേശു അധികാരം ഉപയോഗിച്ച് അവന് വേണ്ടിയിട്ടായിരുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ അവൻ്റെ വിഷയത്തിൽ എപ്പോഴും ഒരു സമാധാനത്തിൽ, വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കുകയായിരുന്നു. ഞാനും നിങ്ങൾ നമ്മുടെ വിഷയത്തിൽ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മൾ പഠിക്കുകയാണ് വിശ്രമത്തിൽ നിലനിൽക്കാൻ. അവനാണ് അതാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം. യേശുക്രിസ്തു എന്നിലുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഇതിന്റെ 25 വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ കാൽ കീഴാക്കി കൊടുത്തിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തിയവന് കീഴ്പ്പെട്ടിരിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 2 മേഖലയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒരു മേഖല ലോകത്തിൻ്റെ മേഖലയാണ്. ഇവിടെ അനാഥത്വമാണ്, ആളുകൾ അനാഥരാണ്. മറ്റൊരു മേഖലയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഏറ്റവും വലിയ വിശ്രമം ഇവിടെയാണ്, നമ്മൾ പിതൃത്വത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട, ഭാരപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എപ്പോഴും എൻ്റെ ഡ്രൈവർക്ക് വേണ്ടി എനിക്ക് എപ്പോഴും അതൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മമ്മിയോടും ഇത് പറഞ്ഞു, നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പിതൃത്വത്തിലാണ്. അതുകൊണ്ട് ഞാൻ വിശ്രമത്തിലായിരിക്കുന്നു. ആരെങ്കിലും പോകാൻ ആഗ്രഹിച്ചാൽ അവരെ പോകാൻ അനുവദിക്കുക. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഏറ്റവും സുന്ദരമായിട്ടാണ് ഇത് നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിൻ്റെയും പുറകെ ഓടേണ്ട ആവശ്യമില്ല. അതിനുശേഷം അവർ പോയാൽ എൻ്റെ അടുത്തയാൾ വരുമ്പോൾ അവർ അതിലും ഏറ്റവും നല്ലവരായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിയുക, നിങ്ങളുടെ മുഴുവൻ ജീവിതവും ആ പിതൃത്വത്തിലാണ്. നിങ്ങൾ അറിയുക, നിങ്ങൾ പഠിക്കുക എങ്ങനെ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. നമുക്ക് വായിക്കാം 1 യോഹന്നാൻ അതിൻ്റെ 5-4 വാക്യം മുതൽ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മൾ പഠിച്ചു, നമ്മൾ ഈ ലോകത്തിൽ വിജയാളികളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ വിജയം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് വിശ്വാസത്തിലൂടെയാണ്. ആ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും നമ്മുടെ സാക്ഷ്യവചന നിമിത്തവും. എന്തുകൊണ്ടാണ് കുഞ്ഞാടിൻ്റെ രക്തം? എന്തുകൊണ്ടാണ്? നിങ്ങൾ ഓർത്തിരിക്കണം നിങ്ങളുടെ വീണ്ടും ജന്മം എവിടെതാണ് എന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ, ചിന്തകൾ എന്നിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു, ഞാൻ ആ ചിന്തകളുടെ പുറകെ ഓടാതിരുന്നപ്പോൾ എത്രയധികം ഞാൻ ആ കാര്യത്തിൽ വിശ്രമത്തിൽ നിലനിൽക്കാൻ പഠിക്കുന്നുവോ ആ പ്രശ്നങ്ങളുടെ ഇടയിലും, പിന്നെ എനിക്ക് കാണാൻ സാധിക്കും അവൻ്റെ രക്തമാണ് എനിക്ക് വേണ്ടി പോയി പ്രവർത്തിക്കുന്നത്. അവൻ്റെ നീതിയാണ് എന്നെ വിജയാളിയാക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് വചനത്തിൽ, ഈ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നതോ ലോകത്തെ ജയിക്കുന്നവർ. നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക, പിതാവ് അയച്ചവനിൽ. ആരാണ് പ്രശ്നങ്ങളുടെ ഇടയിൽ വിജയാളികളാവുന്നവർ? ദൈവത്തിൻ്റെ പുത്രനാണ്. ആളുകൾ നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാൻ വരും. ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകും. പക്ഷെ എപ്പോഴുമുള്ള വിടുതൽ കൊടുക്കാൻ നിങ്ങൾ അവരെ ജീവന്റെ മേഖലയിൽ പ്രവേശിപ്പിക്കുക. മുന്നോട്ട് നമുക്ക് വായിക്കാം. എബ്രായർ 4 അതിൻ്റെ 1 വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ.
ഏഴാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് ഏഴാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. നിങ്ങൾക്കറിയാമോ, മുഴുവൻ ഇസ്രയേലും വെയിറ്റ് ചെയ്യുകയായിരുന്നു വാഗ്ദത്ത ഭൂമിയിൽ പോകാൻ വേണ്ടി. അവിടെ എല്ലാ വസ്തുക്കളും, നല്ല വസ്തുക്കൾ അവർക്ക് ലഭിക്കേണ്ടതായിരുന്നു. നിങ്ങൾക്കറിയാമോ, പക്ഷെ ആ സ്ഥലം അവർക്ക് പ്രാപിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു കൽപ്പനയാണ് അവർക്ക് ലഭിച്ചത് അവരുടെ ആളുകൾക്ക് വേണ്ടി: നിങ്ങൾ ഭയപ്പെടേണ്ട. പക്ഷെ ചില ആളുകൾ ഭയപ്പെട്ടു. അവർക്ക് തോന്നി ചിലപ്പോൾ ദൈവം അവരോട് കൂടെ ഇല്ല. അവർ ഭയത്തിലായിരുന്നവർ ആ വാഗ്ദത്ത ഭൂമി കാണാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ യോശുവയും കാലേബും ആ ഭൂമിയിൽ പ്രവേശിക്കുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ അവർ അവിടെ ആ ഭൂമിയെ കാണുവാനിടയായി. അതിൻ്റെ ഫലത്തെയാണ് അവർ കണ്ടത്. അവർ പറഞ്ഞു, നമുക്കറിയാം, നമുക്ക് സ്വർഗീയ പിതാവ് ഈ സ്ഥലം തരും, അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. സ്വർഗീയ പിതാവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അതാണ് ആ വാഗ്ദത്ത ഭൂമിയിൽ അവർക്ക് പ്രാപിക്കാൻ സാധിച്ചത്. പഴയ നിയമത്തിലും ആ സ്ഥലത്തിന്റെ പേര് വിശ്രമത്തിന്റെ സ്ഥലം എന്നായിരുന്നു. ദൈവത്തിന്റെ പുത്രന്മാർക്ക് വേണ്ടി ഒരു വിശ്രമത്തിന്റെ സ്ഥലം. പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് ഒന്നിൻ്റെയും കുറവില്ലായിരുന്നു. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ വന്നിരുന്നാൽ വിശ്രമത്തിൽ നിങ്ങൾക്കും ഒന്നിൻ്റെയും കുറവുണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ആരോ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഭാരപ്പെടുന്നില്ല? ഏറ്റവും സരളമായ ഉത്തരം ഇതായിരുന്നു: എനിക്കൊരു സ്വർഗീയ പിതാവുണ്ട്. എനിക്ക് നിങ്ങൾക്കും ആ പിതാവില്ലേ? ഞാൻ വരാൻ പോകുന്ന ഒരു തലമുറയെ കാണുന്ന വ്യക്തിപരമായ ബന്ധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവർ. പക്ഷെ അവർ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലല്ല, അവർ സഭയുമായിട്ടാണ് ബന്ധത്തിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് കോവിഡിന്റെ സമയത്ത് നിങ്ങളുടെ ബന്ധം ചർച്ചുമായിട്ടായിരുന്നുവെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. വ്യക്തിപരമായൊരു ബന്ധമില്ലായിരുന്നു. വ്യക്തിപരമായ ബന്ധത്തിൽ യേശുക്രിസ്തുവുമായി ഏറ്റവും പ്രധാന സ്ഥാനം. എപ്പോൾ പ്രശ്നം വന്നാലും നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോകൂ. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഇതിൻ്റെ തന്നെ എബ്രായർ 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്: അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി. ഈ വിശ്രമത്തിന്റെ മേഖല ഇവിടെ കാണുന്നത്, ഇത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഇത് ഒരു തീ പോലെയാണ്, ജീവനും ചൈതന്യവുമുള്ളതായി. ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എൻ്റെയും നിങ്ങളുടെയും വിശ്രമത്തിന്റെ സ്ഥാനം അത് വളരെ ചൈതന്യമുള്ളതായ ഒരു സ്ഥാനമാണ്. മുന്നോട്ട് വചനത്തിൽ നമുക്ക് നോക്കാം. സങ്കീർത്തനം 46:10 എഴുതിയിരിക്കുകയാണ്: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സമാധാനത്തോടെ ആയിരിക്കുക, അറിയുക, ഞാനാണ് ദൈവം. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ പുത്രന്മാരുടെ ചെവിയിലേക്ക് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് എനിക്ക് ജിഗറിൻ്റെ സാക്ഷ്യം പറയാം. അതിലൂടെ ഞാൻ ഉത്സാഹിക്കപ്പെട്ടു. അവൾ എന്താണ് ചെയ്തത്? പ്രശ്നങ്ങൾ നിങ്ങളുടെ ചെവിയിലേക്ക് വരുമ്പോൾ അത് ആരുടെ ചെവിയിലാണ് വന്നത്? അത് യേശുവിൻ്റെ ചെവിയിലാണ് വന്നത്. അവർക്ക് ഒരു കുഞ്ഞ് കോമയിലായിരിക്കുന്നു എന്നുള്ള ന്യൂസ് കിട്ടിയപ്പോൾ അവർക്കറിയാമായിരുന്നു അത് യേശുവിൻ്റെ ചെവിയിലാണ് വന്നത്. അവർ പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ടല്ല, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട്? അതിൽ ഈ മേഖലയിലാണ്. പക്ഷെ ജിഗർ ജീവന്റെ മേഖലയിലാണ്. അതുകൊണ്ട് ജിഗർ അവരുടെ അധികാരം അവർക്ക് വേണ്ടി ഉപയോഗിക്കണം. അവരുടെ പിതാവിനെ ഉത്സാഹിപ്പിച്ചു, നിങ്ങൾ ഭയപ്പെടേണ്ട, കുഞ്ഞ് കോമയിൽ നിന്ന് വെളിയിൽ വരും. 2-3 ദിവസത്തിന് ശേഷം ശരിയായ രീതിയിൽ അത് പുറത്തു വരുവാനിടയായി. ആ അധികാരം ഉപയോഗിച്ചു ഈ മേഖലയ്ക്ക് വേണ്ടി. പക്ഷേ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കാര്യം വരുമ്പോൾ അവർക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ 91-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന: ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന്. അവർ വിശ്രമത്തിൽ മാത്രം നിലനിൽക്കണം.
ആളുകൾ പ്രാർത്ഥിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാറുണ്ട്. ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അതിനെ ആഴത്തിലുള്ള സത്യം നിങ്ങൾ പിടിച്ചുകൊള്ളണം. നമ്മൾ വിശ്രമത്തിൽ നിലനിൽക്കുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പോലും വരികയില്ല. മുന്നോട്ട് വചനത്തിൽ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ശബ്ബത്തിന്റെ ദിവസങ്ങളിൽ എത്രയധികം സൗഖ്യങ്ങൾ നടന്നു. അത് വിശ്രമത്തിലാണ് നടന്നത്. നിങ്ങൾക്കറിയാം, യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവനോട് പറഞ്ഞു. യേശു പക്ഷേ ഈ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, സ്വർഗീയ പിതാവിന്റെ പ്രവൃത്തി അത് ചെയ്യുന്നതാണ് എനിക്ക് ഭക്ഷണമെന്ന്. എന്താണ് യേശു ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയാൽ സംഭവിക്കുന്നത്? എന്തായിരിക്കും സംഭവിക്കുന്നത്? യേശുവിൻ്റെ ജീവിതം അവന് ഭക്ഷണത്തിൽ നിന്നല്ല ലഭിക്കുന്നത്, അത് പരിശുദ്ധാത്മാവിലൂടെയാണ് അവന് ജീവൻ ലഭിക്കുന്നത്. സൃഷ്ടികർത്താവിൻ്റെ ജീവൻ സൃഷ്ടിയിൽ നിന്നല്ല വരുന്നത്. സൃഷ്ടിക്ക് ജീവൻ ലഭിക്കുന്നത് അതിൻ്റെ സൃഷ്ടികർത്താവിൽ നിന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു? യേശു ക്രിസ്തു 5 അപ്പവും 2 മീനുമേയും വർദ്ധിപ്പിച്ചപ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ആ ജനത്തിന് വേണ്ടിയാണ്, അവനോട് കൂടെ സഞ്ചരിച്ചിരുന്നവർക്ക് വേണ്ടിയാണ് ചെയ്തത്. അവരിന് എല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? യേശുവിന് അതേത് മേഖലയിൽ നിന്നാണ്? സ്വർഗത്തിൽ നിന്ന്. യേശു തോണിയിലായിരുന്നപ്പോൾ കൊടുങ്കാറ്റടിച്ചപ്പോൾ യേശു അധികാരം ആർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്? അവന് വേണ്ടിയായിരുന്നോ? ആർക്ക് വേണ്ടിയായിരുന്നു അവൻ അധികാരം ഉപയോഗിച്ചത്? യേശു തോണിയിലായിരുന്നപ്പോൾ കൊടുങ്കാറ്റ് വരുന്നു, കാറ്റടിക്കുന്നു, യേശു സമാധാനത്തോടെ ഉറങ്ങുകയാണ്. പക്ഷെ അവൻ അധികാരം ഉപയോഗിക്കുന്ന അവൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. യേശു എഴുന്നേറ്റിട്ട് കൊടുങ്കാറ്റിനെ ശ്വാസിച്ചു, അവൻ്റെ ശിഷ്യന്മാരെയും ശ്വാസിച്ചു. അല്പവിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ചോദിച്ചു. നിങ്ങളും വിശ്രമത്തിൽ നിലനിൽക്കാൻ പഠിക്കുക. നിങ്ങൾ വിശ്രമത്തിൽ നിലനിൽക്കുമ്പോൾ എല്ലാ കൊടുങ്കാറ്റും സൃഷ്ടികളും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുവാനിടയാകും. വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശു ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ലാസർ അവൻ്റെ പ്രിയനായിരുന്നതെന്നും. അത് മരണത്തിൻ്റെ ഏറ്റവും അടുത്തായിരുന്നു. പക്ഷെ യേശു ഓടിയില്ല. യേശു എന്തിനു വേണ്ടിയായിരുന്നോ അവിടെ തന്നെ നിന്നു. അവൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു ലാസർ. നമുക്ക് തോന്നും, ലാസറിൻ്റെ അടുത്ത് എന്തുകൊണ്ട് യേശു പോയില്ല? ലാസർ മരിച്ചു പോവുകയാണ്, യേശു പിന്നെ എന്നിട്ട് ഓടുകയാണോ അവൻ്റെ അടുത്തെത്താൻ വേണ്ടി? ഇല്ല. അവനറിയാം പുനരുത്ഥാനം ജീവൻ അവനാണ് എന്ന്. ഒന്നും അവന് നഷ്ടപ്പെടുകയില്ല എന്നവനറിയാം. പിന്നെ പോയി മരണത്തിൽ നിന്ന് അവനെ വിജയാളിയാക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മേൽ മരണത്തിനും ഒരു അധികാരവുമില്ല. നിങ്ങൾക്കറിയാമോ, നമ്മൾ പ്രശ്നങ്ങളെ ബൈബിളിൽ കാണുമ്പോൾ 2 രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ശിഷ്യന്മാർ ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിച്ചത്, യേശു ക്രിസ്തു ആ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത്. ഞാനും നിങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? നമ്മൾ യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു അതുപോലെയാണ്. ശിഷ്യന്മാർ ചെയ്തതുപോലെയല്ല. അവന് വേണ്ടി ഒരു അധികാരവും ഉപയോഗിച്ചില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അധികാരങ്ങൾ ഉപയോഗിച്ചത്. നിങ്ങൾക്കറിയാമോ, സൂപ്പർമാനും അവൻ്റെ ശക്തികൾ ഒരിക്കലും അവന് വേണ്ടി ഉപയോഗിക്കത്തില്ല. എന്ന് അവന് വേണ്ടി ഉപയോഗിക്കുന്നോ അന്ന് അവൻ സൂപ്പർമാൻ അല്ലായതാകും. അവൻ സൂപ്പർമാനാണ്. അവൻ്റെ എല്ലാ ശക്തികളും മറ്റുള്ള മേഖലയിലുള്ളവർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവനിത് മാത്രം ഓർമ്മയിൽ വെക്കണം. അവൻ മനുഷ്യരെ പോലെ കാണുന്നുവെങ്കിലും അവൻ മനുഷ്യജാതിയല്ല. അവൻ വേറൊരു മേഖലയിൽ നിന്ന് വന്നവനാണ്. അവൻ്റെ കുഞ്ഞുങ്ങളും പറക്കാൻ പഠിക്കും. അവർ പഠിക്കും. പറക്കുക എന്നുള്ളത് അത് അവരുടെ സ്വഭാവത്തിലുള്ളതാണ്. ഒരു ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. പൗലോസിനെ പാമ്പ് കടിച്ചപ്പോൾ അവൻ കൈ കുടയുക മാത്രം ചെയ്യുന്നു. അതേ പാമ്പ് പത്രോസിനെയാണ് കടിച്ചിരുന്നതെങ്കിൽ അവൻ അധികാരം ഉപയോഗിക്കുമായിരുന്നു. എന്നിട്ട് പറയും യേശുവിൻ്റെ നാമത്തിൽ എന്ന് ചിലപ്പോൾ പറഞ്ഞേനെ. അതും പ്രവർത്തിക്കുമായിരുന്നു. പക്ഷേ ആഴമുള്ള ഉയർന്ന സത്യം ഇതാണ്, പുനരുത്ഥാന ജീവൻ യേശു ക്രിസ്തു അതിപ്പോൾ എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് പൗലോസ് വിശ്രമത്തിൽ നിലനിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ആദ്യം ഇത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരുപാട് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവർ പറയും, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകളുണ്ട്, ആദ്യം ഇത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ പറയുന്നു, നിങ്ങൾ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്നല്ല. അവർ ഒരുപാട് വചനങ്ങൾ എന്നെ തന്നു. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇത് സഹോദര, ഇത് വചനത്തിന് വേണ്ടിയല്ല, ഇതൊരു വെളിപ്പാടാണ് ദൈവം നമുക്ക് തന്നത്. ഇപ്പോൾ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ നമ്മൾ വാഴുന്നു. ഞാനും നിങ്ങളും ആളുകളുടെ മേൽ കാല് വെക്കുമ്പോൾ അവർ സൗഖ്യമാകും. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകും. ഞാൻ ആ അധികാരം ഉപയോഗിക്കും മറ്റുള്ളവർക്ക് വേണ്ടി. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ വിശ്രമത്തിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കും. ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എന്തുകൊണ്ടെന്നാൽ അവരറിയണം ഈ സൗഖ്യം ലഭിച്ചത് അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ലഭിച്ചത്. ഇന്ന് നമുക്ക് നോക്കാം യേശു ക്രിസ്തു ശബ്ബത്തിൽ 7 അത്ഭുതങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ PDF നോക്കാൻ സാധിക്കും. ഏറ്റവും ആദ്യം യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി. യേശു പോയി അവരുടെ വീട്ടിൽ അവരുടെ കൈ തൊട്ട് അവർ സൗഖ്യമാകുവാനിടയായി.
എനിക്ക് തോന്നുന്നില്ല പത്രോസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് യേശുവിനോട്. യേശു അവിടെ പോയി, അവൻ കണ്ടു, അവൻ പ്രവർത്തിച്ചു. യേശു പോയി, യേശു കണ്ടു, യേശു സൗഖ്യം നൽകി. മറ്റൊന്ന്, യേശു വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമായി. യേശു പോയി അവനെ തൊട്ട് അവനെ സൗഖ്യമാക്കുകയാണ്. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കും, യേശു ജന്മന അന്ധനായ വ്യക്തിയെ സൗഖ്യമാക്കിയതെന്ന്. അവിടെ ആളുകൾ നിന്നു, അവർ ചോദിക്കുകയാണ്, ഇവൻ എന്തുകൊണ്ടാണ് ജന്മന അന്ധനായത്? ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തത് കൊണ്ടാണോ? യേശു പറഞ്ഞു, ഇത് നടന്നത് ഇവൻ മുഖാന്തരം ദൈവത്തിന് മഹത്വം ലഭിക്കേണ്ടതിനാണ്. അതിൻ്റെ അർത്ഥം ആ പ്രശ്നം അവൻ്റെ വഴിയിലുണ്ടായിരുന്നത് അവൻ ആ പ്രശ്നം പരിഹരിക്കാനാണ്. മുന്നോട്ട് നമുക്ക് നോക്കാൻ സാധിക്കും, യേശു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കി. യേശു പോയി, യേശു ആ സ്ത്രീയെ സൗഖ്യമാക്കി. 5 മഹോദരമുള്ള ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കി. യേശു അവനെ കണ്ടു, യേശു പോയി, യേശു അവനെ സൗഖ്യമാക്കി. മുന്നോട്ട് നമുക്കൊന്ന് കാണാൻ സാധിക്കും, യേശു അശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അതിനെ പുറത്താക്കുന്നു. യേശു കഫർന്നഹൂമിലായിരുന്നപ്പോൾ ആരാധനാലയത്തിൽ അവൻ അധികാരത്തോടു കൂടി അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ ആ ദുഷ്ടാത്മാവിനെ അവിടെ സൗഖ്യമാക്കി. 7 നമുക്ക് കാണാൻ സാധിക്കും, ബെഥാസ്ദയുടെ കുളക്കടവിൽ ഒരു വ്യക്തിയെ അവൻ സൗഖ്യമാക്കുന്നു. 38 വർഷമായി തളർവാദത്തിലായിരുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നു. ഈ അത്ഭുതങ്ങളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കും, ശബത്തിൽ നടന്നത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താലായിരുന്നു പോയി അവൻ അവരെ സൗഖ്യമാക്കിയത്. എല്ലാ അത്ഭുതങ്ങളും ശബത്തിൽ നടന്നത്. യേശു കണ്ടു, യേശു പോയി, യേശു സൗഖ്യമാക്കി. ശബത്തിൻ്റെ ദിവസത്തിൽ അവൻ ഒരു കാര്യം ചെയ്യാനും അനുവാദം കൊടുത്തില്ല. അവരെ വിശ്രമത്തിൽ നിലനിൽക്കാൻ മാത്രം പറഞ്ഞു. അവർ ആ വിശ്രമത്തിലായിരുന്നപ്പോൾ യേശു പോയി കണ്ടു, യേശു സൗഖ്യമാക്കി. ഞാനും നിങ്ങളും അവൻ്റെ വിശ്രമത്തിൽ പ്രവേശിച്ചിരിക്കുകയാണിപ്പോൾ. നിങ്ങൾ സമാധാനത്തിലായിരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശരിയാകേണ്ടത് യേശുവാണ് ശരിയാക്കുന്നത്. ആ സൗഖ്യം നമ്മൾ പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. എനിക്കറിയാം, ഒരു സമയമുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുടി ഒരുപാട് പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ തുടങ്ങി എൻ്റെ മുടി തിരിച്ചു വരാൻ വേണ്ടി. ഞാൻ അധികാരം എല്ലാം എൻ്റെ മുകളിൽ ഞാൻ ഉപയോഗിച്ചു. എൻ്റെ വിശ്രമം വന്നത് അപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഇതിൻ്റെ പുറകെ ഓടാതിരിക്കുക, നീ പോയി ജോലി അന്വേഷിക്കുക. ഞാൻ ആ പ്രശ്നത്തിൽ നിന്ന് എൻ്റെ മുഖം തിരിച്ചപ്പോൾ, ഞാൻ വിശ്രമത്തിൽ വന്നപ്പോൾ, ആ പുനരുദ്ധാന ജീവൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അതെനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ പിതാവിനെ പഠിപ്പിച്ചു, ഞാൻ സൗഖ്യത്തിന് പുറകെ ഓടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ പുനരുദ്ധാന ജീവൻ ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും സ്വഭാവമാണ്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പുനരുദ്ധാന ജീവൻ അത് സ്വയം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. ഈ വെളിപ്പാട് തന്നിരിക്കുകയാണ്, മരണത്തിന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. അവൻ എന്നോട് ഇത് മാത്രം പറഞ്ഞു, നീ വിശ്രമത്തിൽ നിലനിൽക്കുക. ഞാൻ നിങ്ങളോടുകൂടെ ആ സ്വപ്നം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി യേശു എൻ്റെ സ്വപ്നത്തിൽ വന്നത് എൻ്റെ മുടി പൊഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് യേശുവിൻ്റെ ഇടതൂർന്ന മുടിയായിരുന്നു. നല്ല കനമുള്ള മുടിയായിരുന്നു. അവൻ ഒരു വെള്ള ഡ്രസ്സ് ധരിച്ചിരുന്നു, ഒരു സ്കാർഫ് ഇങ്ങനെ ഇട്ടിരുന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കണ്ടു, ഞാൻ ഉപയോഗിച്ച അതേ സൺസ്ക്രീനാണ് അടുത്ത് വന്നപ്പോൾ അവർ ഉപയോഗിക്കുന്ന കണ്ടത്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. എനിക്ക് തോന്നി ഏതോ ബോളിവുഡിലെ ആക്ടറാണ് എന്ന്, യേശുവിനെ പോലെ കാണാൻ ആഗ്രഹിക്കുന്ന ആരോ ആണെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. യേശു അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവനും എന്നോട് പറഞ്ഞു, എനിക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ട്. ഏത് നിമിഷം അവൻ അങ്ങനെ പറഞ്ഞു പോയി എനിക്ക് മനസ്സിലായി ഇത് യേശുവാണ് എന്ന്. ഞാൻ ഏറ്റവും ആദ്യം അവനോട് ചോദിച്ചത്, യേശുവെ അങ്ങനെ മുടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഞാൻ വാക്കിലൂടെയല്ല, ഞാൻ അത് എൻ്റെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ, ഞാനത് പറയാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സ് വായിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നി ഞാൻ അങ്ങയോട് പറയുകയാണ്, അങ്ങ് എന്നോട് പറയുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ എൻ്റെ മനസ്സിൽ ഇത് പറഞ്ഞപ്പോൾ, അങ്ങേക്ക് പ്രാർത്ഥനയുടെ ഒരാവശ്യവുമില്ല. അപ്പോൾ അവൻ എന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഇരുന്നിട്ട് എനിക്ക് കൈ തന്നു. എന്നിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു, പുതിയ സൃഷ്ടിയുടെ സ്വഭാവം ഇപ്പോൾ നിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അവൻ പോയി. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ എഴുന്നേറ്റപ്പോൾ രാവിലെ 3 മണി സമയമായിരുന്നു. എനിക്ക് മനസ്സിലായി ഞാൻ യേശുവിനെ കണ്ടു. എനിക്ക് മനസ്സിലായി യേശു എൻ്റെ സ്വപ്നത്തിൽ വന്നു. ഞാൻ ഉണ്ടാക്കുന്ന അതേ സ്കാർഫാണ് യേശു ഇട്ടിരുന്നത്. ഞാനായിരിക്കുന്നത് പോലെയാണ് അവനെ കാണാനുണ്ടായിരുന്നത്. ഞാനിത് ചിന്തിക്കുകയായിരുന്നു, യേശു എന്തുകൊണ്ട് എന്നെപ്പോലെ തോന്നി? ഞാൻ യേശുവിനെയാണോ കണ്ടത്, അതോ ഞാൻ എന്നെ തന്നെയാണോ കണ്ടത്? ഒരു പുതിയ സൃഷ്ടിയാണ് ഞാൻ കണ്ടത്. നിങ്ങൾക്കറിയാമോ, ഞാൻ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഒരു പുതിയ സൃഷ്ടിയുടെ. ഞാനും നിങ്ങളും എൻ്റെയും യേശുവിൻ്റെയും വിവാഹം നടന്ന് ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചാൽ അതുപോലെയാണ് ഞാൻ എന്നെ തന്നെ കണ്ടത്. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നില്ല,
ആ പുതിയ സൃഷ്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങളും ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. അവൻ എന്നെ പഠിപ്പിക്കുകയായിരുന്നു വിശ്രമത്തിൽ നിലനിൽക്കാൻ. നിങ്ങളായിരിക്കുന്നതാണ് ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. ഏത് നിമിഷം ഞാൻ പ്രശ്നങ്ങളുടെ പുറകെ ഓടുന്നത് നിർത്തിയോ? എന്തുകൊണ്ടെന്നാൽ ഞാൻ പ്രശ്നങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തിയപ്പോൾ, ഞാൻ അതിൻ്റെ പുറകെ ഓടാതിരുന്നപ്പോൾ, ഞാൻ ജോലിക്ക് വേണ്ടി നോക്കാൻ തുടങ്ങിയപ്പോൾ, ആ പുനരുത്ഥാന ജീവൻ എൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പുത്രന്മാരായതുകൊണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ ചെവിയിൽ വരുന്നുവോ, നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം. പ്രശ്നങ്ങൾ ചെവിയിൽ വന്നത് അത് നിങ്ങളുടെ ചെവിയല്ല, അത് യേശുക്രിസ്തുവിൻ്റെ ചെവിയിലാണ് വന്നത്. അവിടെ ആ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താനാണ് അത് വന്നത്. ദൈവമാണ് അത് ശരിയാക്കാൻ പോകുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ ഒരു സ്വപ്നം കണ്ടു. അതിലവർ കണ്ടു ഒരു പക്ഷി അതിൻ്റെ ചിറകിട്ട് അടിച്ചുകൊണ്ടിരുന്നു. അതിന് ഒരു കയറ് കൊണ്ട് ബന്ധിച്ചിരുന്നു. അത് അവിടുന്ന് വിടുവിക്കപ്പെടാൻ ആഗ്രഹിച്ചു. അത് സമാധാനത്തിലാകാത്തിടത്തോളം അതിനെ വിടുവിക്കാൻ സാധിക്കുകയില്ല. അത് ചിറകിട്ട് അടിച്ചുകൊണ്ടിരുന്നു. അത് സമാധാനത്തിലായാൽ മാത്രമേ അതിനെ നിങ്ങൾക്ക് വിടുവിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? എൻ്റെ മമ്മി പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ നിന്നെ ഒരു പക്ഷിയെ പോലെയാണ് കണ്ടത്. അത് നിന്റെ ചിറകിട്ടടിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രശ്നങ്ങളുടെ പുറകെ ഞാൻ ഓടിക്കൊണ്ടിരുന്നു. ഞാൻ എന്നെ തന്നെ സഹായിക്കാൻ ശ്രമിച്ചു. ആ പ്രവൃത്തി ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാകണം. ആ വെളിപ്പാടിലേക്ക് എനിക്ക് എത്തണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നുപോയി ഞാൻ ആരാണെന്ന്. എനിക്ക് പുത്രനാവേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ അവൻ്റെ പുത്രന്മാരാണ്. പുനരുത്ഥാന ജീവനാണ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുള്ളത്. ആ സമയത്തായിരുന്നു ഞാൻ പ്രശ്നങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരുന്നത്. അതൊരു പക്ഷിയെപ്പോലെ ആയിരുന്നു ചിറകിട്ടടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ചെയ്യേണ്ട ഒരേ പ്രവൃത്തിയായിരുന്നു, ഞാൻ സമാധാനത്തിൽ വരണമെന്നുള്ളതാണ്. സൗഖ്യം തരുന്നത് എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. പുനരുത്ഥാന ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എത്രയധികം ഞാൻ ഈ വെളിപ്പാടിൽ ഉണർന്നുവോ, യേശുക്രിസ്തുവാണ് എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നത്. ഞാൻ സമാധാനത്തിലായി. അപ്പോൾ അവൻ എന്നെ ആ കുരുക്കിൽ നിന്ന് എന്നെ വിടുവിച്ചു. അപ്പോൾ ആ പുനരുത്ഥാന ജീവൻ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നതിനാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തോട് ഒരു ദിവസം കൂടെ കൂട്ടുവാൻ സാധിക്കില്ല. ദൈവീയ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് വിശ്രമത്തിലായിരിക്കാൻ. എന്തുകൊണ്ട്? നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. പുനരുത്ഥാന ജീവൻ എൻ്റെയും നിങ്ങളുടെയും സ്വഭാവമാണ്. നമ്മുടെ ഫലം ജീവൻ്റെ മേഖലയിലുള്ളത് അത് ജീവനാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ആ ജീവനാണ് നിങ്ങളുടെ പ്രതിഫലം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരിക, വചനം കേട്ടുകൊണ്ടിരിക്കുക. എത്രയധികം നിങ്ങൾ വചനം കേൾക്കുന്നുവോ, നിങ്ങൾ ഒരു മനസ്സോടെ ഒരു ചിന്തയോടെ നിങ്ങളാകും. നിങ്ങൾ ഇനി പഴയ ആദമിൽ നിന്നുള്ളവനല്ല. ഞാനിപ്പോൾ പഴയ ആദമിൽ നിന്നുള്ളവനല്ല. എൻ്റെയും നിങ്ങളുടെയും എല്ലാ അവകാശങ്ങളും നമുക്ക് ലഭിക്കുന്നത് എത്രയധികം നമ്മൾ ഒരു മനസ്സോടെ ഒരു ചിന്തയോടെ നടക്കുമ്പോൾ ഞാൻ പുതിയ സൃഷ്ടിയാണ് എന്നുള്ളതിലാണ്. നമ്മുടെ മനസ്സ് സ്വർഗത്തിലുള്ളതിൽ നിങ്ങളുടെ മനസ്സ് വയ്ക്കുക. യേശു വാഴുന്നിടത്ത്. ഇപ്പോൾ ഞാനും നിങ്ങളും ഒരു സ്ഥലത്താണ്, വിശ്രമത്തിൻ്റെ സ്ഥലം. ഇതിൽ നിലനിൽക്കുന്നതിലൂടെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളുടെയും പുറകെ ഓടേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി ആ പ്രശ്നങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്നത്. വിശ്രമത്തിൻ്റെ അർത്ഥം ഇതല്ല, നമ്മുടെ ശരീരത്തിൽ വിശ്രമിക്കുക, ഒരു ജോലിയും ചെയ്യേണ്ട എന്നുള്ളതല്ല. വിശ്രമം ഒരു ഉണർവാണ്. നമ്മുടെ ആത്മീയ ചിന്തയിൽ, നമ്മുടെ മനസ്സിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എല്ലാം പൂർത്തിയാക്കി. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്, ജീവൻ്റെ എല്ലാ മേഖലയിലും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ തിരിച്ച് നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയിരിക്കുന്നു. അവനാണ് നമ്മളെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അന്ന് നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങളുടെ ഉത്തരം ചിലപ്പോൾ ഞാൻ തരുന്നില്ലായിരിക്കാം. പക്ഷേ ആ ചോദ്യങ്ങളുടെ ഉത്തരം സ്വർഗീയ പിതാവിൽ നിന്ന് വരും. നിങ്ങൾ ഏതെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ അത്ഭുതകരമായി അവൻ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ പഠിക്കുക വിശ്രമത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി. ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആർക്കൊക്കെ കസേര വാങ്ങാൻ സാധിക്കുമോ അവരെല്ലാം കസേര വാങ്ങുക, ഒരു പാദപീഠവും വാങ്ങുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കാല് വയ്ക്കുക. എന്നിട്ട് അറിയുക, എല്ലാ ശത്രുക്കളും നിങ്ങളുടെ കാലിൻ്റെ കീഴേക്ക് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ആത്മീയ യാഗം നമുക്ക് അർപ്പിക്കാം. നിങ്ങൾക്ക് എന്നോട് കൂടെ ഏറ്റു പറയാം, പിതാവേ, ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശുവേ, അങ്ങയുടെ മഹാപുരോഹിതനാണ്. ഞാൻ അങ്ങേക്ക് നന്ദിയുടെ യാഗം അർപ്പിക്കുന്നു. എല്ലാ വളർച്ചകൾക്കും വേണ്ടി ഇന്നെൻ്റെ പ്രാണനിൽ അങ്ങ് തന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ വെളിപ്പാടിൻ്റെയും വളർച്ച നമ്മുടെ മനസ്സിൽ വന്നത് അതിൻ്റെ വിശ്വാസത്താലുള്ള യാഗം 10% നമ്മൾ പിതാവിനെ അർപ്പിക്കുകയാണ്. ആ യേശുവിനെ നമ്മൾ നൽകുകയാണ് നമ്മുടെ മഹാപുരോഹിതന്. അവനാണ് ഈ വെളിപ്പാടുകളുടെ വളർച്ച നമ്മുടെ ജീവിതത്തിൽ അധികമായി കൊണ്ടുവരുന്നത്. നിങ്ങൾ നന്ദി അർപ്പിക്കാൻ തുടങ്ങുക. Is giving life
to my body right now. Okay, and whatever, if you have any symptoms in the body right now, just see his life in you. Just begin to pray in tongues. Oh, rahadari ararababa, shekla radarababa, stiri araraba, stora hadari araraba. Yes, Father, I just thank you. Your resurrection life is just repelling every bit of tiredness, every bit of any death in that body, any sickness, any malfunction in that body. Just we repel it right now. Your resurrection life. Oh, rahadari araraba. Thank you, Father. Thank you. Amen. Happy Easter.